Pastor Samachan to come forward and minister to us. ताली बजाकर जोर से. എല്ലാവരും ഇരുന്നാട്ടെ. सब लोग बैठ जाइए. നിങ്ങളോട് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. आप सब लोगों से मैं अपने दिल से धन्यवाद देना चाहता हूँ. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. और आप लोगों के बीच में एक साथ मिलकर हूँ, इस वजह से मैं बहुत ही आनंदित हूँ. നിങ്ങൾ ഭാരത ഉണർവിന് വേണ്ടിയുള്ളവരാണ്. आप भारत की बेदारी के लिए हैं. നിങ്ങളെ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. आपको परमेश्वर बहुत ही सामर्थ्य रीति से इस्तेमाल करने जा रहे हैं. നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. आपकी सोच से परे परमेश्वर आपका इस्तेमाल करने जा रहे हैं. ആമേൻ. आमेन. ഒന്നാമത് നാം ആരുടെ മക്കളാണെന്നുള്ള ചിന്ത വേണം. पहली बात आपको ये ध्यान होना चाहिए कि आप किसके संतान हैं. നാം ചെയ്യുന്ന വർക്കിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകും. और हमारे अंदर ये विश्वास होना चाहिए कि हम जो कार्य करते हैं उसमें हमें एक परिणाम जरूर मिलेगा. നാം എല്ലാവരും സോൾ വിന്നറായി മാറണം, ആത്മാക്കളെ നേടുന്നവരായി മാറണം. हम सब प्राणों को जीतने वाले, आत्माओं को जीतने वाले बनना है. ആമേൻ. आमेन. നിങ്ങളുടെ എത്ര പേരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ആത്മാക്കളെ നേടണമെന്ന്? कितने लोगों के अंदर ये इच्छा है कि आत्माओं को जीतना है? നിങ്ങൾ വെറും ഒരു പാസ്റ്ററായിട്ട് ഇരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. आपको सिर्फ एक पास्टर बनकर रहने के लिए परमेश्वर नहीं चाहता है. നിങ്ങൾ ആത്മാക്കളെ നേടണം. आप लोग आत्माओं को जीतना है. യേശു കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത് നാം ആത്മാക്കളെ നേടുമ്പോഴാണ്. यीशु प्रभु हमें प्रतिफल देता है जब हम आत्माओं को जीतते हैं. ഹല്ലേലൂയ. हालेलुया. ഇന്നു മുതൽ ആമേൻ ആത്മഭാരം, the burden of souls, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. आज से लेकर हमारे जीवन में वो आत्मा का बोझ, वो प्राणों के लिए बोझ होना चाहिए. ഹല്ലേലൂയ. हालेलुया. ആമേൻ. നിങ്ങൾ ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് കർത്താവ് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. और आपको एक बड़ी सेवकाई की ओर परमेश्वर आपको ले जा रहा है. ആമേൻ. आमेन. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. आपके जीवन में सबसे प्रथम जो चीज होना चाहिए उसके बारे में मैं बताना चाहता हूँ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം लूका का सुसमाचार उसका 23वां अध्याय, അതിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ उसका जब हम 34वां आयत को पढ़ते हैं, लूकोस 23वां अध्याय 34-ാം വാക്യം उसका 34वां आयत, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. वहां पर ऐसा लिखा है, കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. तब यीशु ने कहा, हे पिता इन्हें क्षमा कर क्योंकि ये जानते नहीं कि क्या कर रहे हैं. ഹിന്ദിയിൽ ക്ഷമിക്കുക. क्षमा करना. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു വലിയ ഉയർച്ചയിലേക്ക് വരാൻ ക്ഷമിക്കുന്ന ഹൃദയവുമായി നാം ഇരിക്കണം. पहले दिन में एक बड़ी बढ़ोतरी में प्रवेश करने के लिए आपको एक क्षमा से भरा हुआ हृदय के साथ बैठना है. നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് പറ, ക്ഷമിക്കുന്ന ഹൃദയം വേണോ? अपने पड़ोसी को देखकर बोले, क्षमा से भरा हुआ हृदय चाहिए. ക്ഷമിക്കുന്ന ഹൃദയം വേണം. क्षमा करने वाला हृदय चाहिए. നാം കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. हम सब परमेश्वर की सेवकाई करने वाले हैं. നിങ്ങൾക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ? अगर आपको किसी से कुछ भी बात है, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇനി ക്ഷമിക്കാനുണ്ടോ? क्या आपको किसी से क्षमा करना बाकी है? അത് ഭർത്താവിനോടാകട്ടെ, चाहे वो पति से हो, ഭാര്യയോടാകട്ടെ, पत्नी से हो, നെയ്ബേഴ്സിനോടാകട്ടെ, पड़ोसी से हो, ആരോടാകട്ടെ, किसी से भी हो, നാം ക്ഷമിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകണം. हमारे अंदर एक क्षमा करने वाला हृदय हो. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം. अभी जब मैं बोल ही रहा हूँ, तब जिनसे आपको क्षमा करना है, आपको उनसे अभी क्षमा करना है. ഈ ക്ഷമിക്കപ്പെടാതിരിക്കുമ്പോൾ ये जब आप क्षमा नहीं करते हैं, നമ്മുടെ ഹൃദയത്തിൽ ഈ മുറിവുകൾ വലുതായിക്കൊണ്ടിരിക്കും. आपके हृदय के अंदर का जो चोट है वो बड़ा होता रहता है. ആ മുറിവുകൾ നമ്മളെ മരണത്തിലേക്കും ദുഃഖത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകും. और वो जो चोट है आपको मृत्यु की ओर और दर्दनाक बातों की ओर, दुख की ओर लेकर
जाती है, നമ്മുടെ പല ബ്ലെസ്സിങ്സും നഷ്ടപ്പെടും. आपकी कई सारी आशीषें नष्ट हो सकती है। ഞാന് 40 വർഷം മുമ്പ് मैं 40 साल पहले ഹോളി സ്പിരിറ്റിനെ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. पवित्र आत्मा को पाने के लिए मैंने इंतजार किया। അവൻ കാത്തിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മ നിറവ് കിട്ടുന്നില്ല. जब मैं इंतजार कर रहा मुझे वो पवित्र आत्मा की भरपूरी नहीं मिल रहा था। ഒരുപാട് പാസ്റ്റേഴ്സ് എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. बहुत से पास्टर से मेरे सर पर हाथ रखा, प्रार्थना किया। എവിടെ ഫാസ്റ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ ഓടിപ്പോകും. जहाँ कहीं भी उपवास होता था मैं भाग कर जाता था। എനിക്ക് ഈ ടങ്സ് കിട്ടുന്നില്ല. मुझे अन्य भाषा का वरदान नहीं मिला। എന്റെ ഇപ്പുറത്തും ഇരിക്കുന്നവരൊക്കെല്ലാം ഹോളി സ്പിരിറ്റ് കിട്ടി. मेरे इधर बैठने वाले व्यक्ति को, उधर बैठने वाले व्यक्ति को, सबको पवित्र आत्मा का अभिषेक मिला, എനിക്ക് കിട്ടുന്നില്ല. लेकिन मुझे नहीं मिला। വലിയ വിഷമമായി. बहुत दुखी हुआ। ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ और एक दिन जब मैं प्रार्थना करने के लिए बैठा, എന്റെ ഹൃദയത്തിൽ ഒരു തോന്നൽ വന്നു. मेरे हृदय के अंदर एक विचार आया। ഞങ്ങളുടെ ചർച്ചിലെ ഒരു പാസ്റ്ററോട് എനിക്ക് ചില പിണക്കമുണ്ടായിരുന്നു. हमारे कलीसिया के एक पास्टर से मैं थोड़ा सा गड़बड़ी में था उस समय, പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തോന്നി. और तुरंत मेरे हृदय के अंदर वो बात लगी। ആ പാസ്റ്റർ അന്നേരം അമേരിക്കയിലായിരുന്നു. वो पासवान जो थे वो उस समय अमेरिका में थे। ഞാൻ ദൈവത്തോട് പറഞ്ഞു, लेकिन मैंने परमेश्वर से बोला, എനിക്ക് ഫോണില്ല, परमेश्वर मेरे पास फोन नहीं है, ഞാൻ ഒരു ലെറ്റർ എഴുതി ക്ഷമ ചോദിക്കാം. मैं एक चिट्ठी लिखने जा रहा हूँ क्षमा मांगने के लिए। ഞാൻ ഒരു ലെറ്റർ എഴുതി मैंने एक चिट्ठी लिखा എല്ലാം ഇല്ലന്റിലാക്കി. और सब कुछ मैंने अच्छे से लिफाफे में किया। പോസ്റ്റ് ചെയ്തില്ല, पोस्ट नहीं किया, ഇല്ലന്റിലാക്കിയതേ ഉള്ളൂ. बस मैंने उसे लिफाफे में डाला। അന്ന് വെളുപ്പിനെ उसी दिन सुबह ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. मैं पवित्र आत्मा में भर गया। എന്റെ ഇന്ന് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ഈ പുൾപിറ്റിൽ ഇന്ന് ഞാൻ വരികയില്ല. अगर उस दिन मैं क्षमा नहीं मांगता तो आज इस पुलपिट में मैं नहीं आ पाता। എന്റെ ബ്ലെസ്സിംഗ് ഒന്നും എനിക്ക് കിട്ടുകയില്ല. मेरे आशीष मुझे नहीं मिल पाते। നിങ്ങളുടെ ജീവിതത്തിൽ आपके जीवन में ഹൃദയത്തിൽ എന്തെങ്കിലും ക്ഷമിക്കപ്പെടാത്തതുണ്ടെങ്കിൽ, हृदय में कुछ बातें हैं जो क्षमा नहीं कर पा रहे हैं, ഈ ഹൃദയവുമായി ഈ വിഷയവുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിക്ടറി കിട്ടുകയില്ല. अगर आप इसी हृदय के साथ इसी विषय को लेकर आप चलेंगे तो आप जय को नहीं प्राप्त कर पाएंगे। കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തിലെ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലെ ഒരു ഉന്നത നിലവാരത്തിലേക്ക് വരാൻ കഴിയുകയില്ല. जैसे प्रभु यीशु मसीह चाहते हैं या फिर जैसे हम चाहते हैं वैसे एक ऊंची बढ़ोतरी को हम प्राप्त नहीं कर पाएंगे। ഞാൻ ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ और जब मैंने इस पवित्र आत्मा का अभिषेक को पाया, ദൈവം എനിക്ക് കൊച്ചു കൃപാവരങ്ങളൊക്കെ തന്നു. परमेश्वर ने मुझे छोटे छोटे वरदानों को दिया। അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു. बहुत सी जगहों में मैंने कलीसिया की स्थापना की। അനേക പാസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കാൻ ഇടയായി. बहुत से पासवानों को खड़ा करने के लिए प्रभु ने इस्तेमाल പല ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു. बहुत सी आत्मिक बातों को मैं कर पाया। നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ हम सबके जीवन में നമ്മൾ ഓർക്കും ക്ഷമിച്ചില്ലേൽ എന്നാ പറ്റാനാണ്. हम ये सोचते हैं क्षमा नहीं करूंगा तो क्या होगा, ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ബ്ലെസ്സിംഗ് ഒന്നും കിട്ടുകയില്ല. लेकिन अगर क्षमा नहीं करेंगे तो हमें ये आशीष नहीं मिलेगा। കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, प्रभु यीशु मसीह कलवरी क्रूस पर वो रहते हुए वो बोल रहे हैं, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ. पिता इनको क्षमा कर क्योंकि ये नहीं जानते ये क्या कर रहे हैं। യേശു കാൽവരി ക്രൂശിൽ കിടന്ന് ക്ഷമ പറയുകയും यीशु ക്ഷമിക്കുകയും कलवरी क्रूस पर पड़े रहकर उसने क्षमा किया। നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷമിക്കപ്പെടുന്നവരായി മാറണം. हमारे जीवन में हमें क्षमा करने वाले होने चाहिए। ക്ഷമിക്കപ്പെടാത്ത ഹൃദയവുമായി നാം യാത്ര ചെയ്യരുത്. बिना क्षमा किए हुए हृदय को लेकर हमें यात्रा नहीं करना है। നിങ്ങളെ എത്ര ദ്രോഹിച്ചവരാണെങ്കിലും, आपको कितना ज्यादा उन्होंने चोट पहुंचाया हो, നിങ്ങൾക്ക് വിരോധമായി എന്തെല്ലാം ചെയ്താലും, आपके विरुद्ध में क्यों ना कुछ भी क्यों ना किया हो, നിങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ, लेकिन जब आप क्षमा നിങ്ങൾ करते हैं, പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ, जब आप उनसे बदला नहीं लेते हैं, നിങ്ങളെ ആമേൻ കെട്ടിയ കെട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ റിലീസ് तो ചെയ്യും. जिस बंधन में आपको बांधा था उस बंधन से पवित्र आत्मा आपको आजाद करता है। ക്ഷമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കെട്ട് അഴിയുക എന്നുള്ളതാണ്. क्षमा करना मतलब बंधन टूटना है। നിങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിയുമ്പോൾ जब आप क्षमा करते हैं സകല ബോണ്ടേജും അഴിയും. सारे बंधन टूट जाते हैं। നിങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിയുമ്പോൾ जब आप क्षमा करते हैं പിശാച് കെട്ടിയ കെട്ടുകൾ പൊട്ടും. शैतान के सारे बंधन टूटते हैं। നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കും. आपके हृदय की आंखें ज्योतिर्मय होती है। ഹല്ലേലൂയ. हालेलुया। ഒരിക്കൽ ഒരു സഹോദരൻ ഒരു മീറ്റിംഗിന് വന്നപ്പോൾ एक बार एक भाई जब एक सभा में आए, അദ്ദേഹത്തിന്റെ കൈയും കാലും എല്ലാം എപ്പോഴും വിയർക്കുന്ന രോഗമാണ്. उनके हाथ और पैर में हमेशा पसीना आता है, ऐसी बीमारी है। അവൻ ആ രോഗത്തിന് ട്രീറ്റ് ചെയ്തു.
और उस बीमारी का इलाज किया, ഒരു സൗഖ്യവും കിട്ടിയില്ല. कोई चंगाई नहीं मिला. ഒരു ദിവസം മീറ്റിംഗിന് വന്നു. एक दिन में वो सभा में താൻ രക്ഷിക്കപ്പെട്ടു. उन्होंने उद्धार पाया. തന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, उनसे पवित्र आत्मा ने बोला, ക്ഷമിക്കപ്പെടുന്ന ഹൃദയം നീ ഏറ്റെടുക്കണം. क्षमा करने वाला हृदय तुम्हें स्वीकार करना है. അവൻ അന്ന് അവിടെ വെച്ച് പറഞ്ഞു, എനിക്ക് ഒരുപാട് പേരോട് പിണക്കമുണ്ട്. उस दिन उन्होंने वहां पर कहा कि मुझे बहुत से लोगों से नाराजगी है. അവനെ പഠിപ്പിച്ച ഒരു ടീച്ചറിനോട് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു. उन्हें सिखाने वाले एक अध्यापक से उन्हें बहुत नाराजगी थी. അവൻ ആ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ जब वो सभा के बाद बाहर गए, അവൻ പിണങ്ങിയിരുന്ന ടീച്ചറിന്റെ വീട്ടിൽ ചെന്നിട്ട് ഡോറിൽ മുട്ടി. ഡോറ് सुबह जब उठे, കയ്യിലും കാലിലും വിയർക്കുന്ന രോഗം നിന്നു. हाथ और पैर का जो पसीने की बीमारी थी वो बंद हो गई. ആമേൻ. आमीन. പല ബ്ലെസ്സിങ്ങും നടക്കപ്പെടാതിരിക്കുന്നത് ഈ ക്ഷമിക്കപ്പെടാത്തത് കൊണ്ടാണ്. बहुत से आशीष आपके रुक जाते हैं क्योंकि आप क्षमा नहीं कर पाते. ആമേൻ. आमीन. നിങ്ങൾ ക്ഷമിക്കപ്പെടാതിരിക്കുമ്പോൾ आप जब क्षमा नहीं करते हैं നിങ്ങളുടെ മുഖത്ത് സൗന്ദര്യം കാണുകയില്ല. तो आपके चेहरे पर वो सुंदरता नहीं दिखाई देती है. നിങ്ങൾ എപ്പോഴും ഗ്ലൂമി ആയിരിക്കും. आप हमेशा दुखी रहते हैं. നിങ്ങളുടെ ജീവിതത്തിൽ പല പഠനങ്ങളും മുടങ്ങും. आपके जीवन की कई सारी बढ़ोतरियां रुक जाती है. മിനിസ്ട്രി ലെവലിൽ ഉയരത്തില്ല. सेवकाई में आपकी बढ़ोतरी रुक जाती है. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഹൃദയം ഉണ്ടാകണം. आपके जीवन में प्यार करने वाला हृदय होना है. യേശു പഠിപ്പിച്ചത് അത് തന്നെയാണ്. यीशु ने यही सिखाया है. അവൻ കർത്താവ് പറഞ്ഞ വാക്ക് ആദ്യം അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. प्रभु ने जो शब्द बोला है उसको पहले मानकर ही आपको आगे बढ़ना है. എന്താണ് കർത്താവ് കാണിച്ച മാതൃക? क्या प्रभु ने हमें नमूना दिखाया കർത്താവ് था? ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അവൻ പിതാവേ ഇവർ ചെയ്തത് ഇന്നതെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ. प्रभु ने कलवरी क्रूस पर होते हुए कहा कि प्रभु ये नहीं जानते क्या कर रहे हैं, इन्हें क्षमा कर. ഹല്ലേലൂയ. हालेलुया. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ इस सभा के बाद നിങ്ങൾക്ക് പിണക്കമുള്ളവരോട് ക്രമീകരിക്കണം. आपको जिस किसी से भी नाराजगी है आप उन्हें समझौता करना है. उनके നിങ്ങളുടെ साथ, അമ്മയോടോ, आपकी माता से, നിങ്ങളുടെ പിതാവിനോടോ, आपके पिता से, നിങ്ങളുടെ പാസ്റ്ററോടോ, आपके पास्टर से, നിങ്ങളുടെ മേലുള്ള അധികാരികളോടോ, आपके ऊपर जो अधिकारी है उनसे, ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ किसी से भी कोई भी नाराजगी है, എല്ലാം ക്രമീകരിക്കപ്പെടണം. सारी बातों को समझौता कर कर जाना. നാം യേശുവിന്റെ മുൻപിൽ ആമേൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ യേശു നമ്മളെ ഉപയോഗിപ്പാനിടയാവും. जब आप यीशु के आगे उसके अधीन हो जाते हैं तो यीशु आपका इस्तेमाल करता है. യേശു ഉപയോഗിക്കണമെന്ന് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? कितने लोग चाहते हैं कि यीशु आपका इस्तेमाल करे? യേശു ഉപയോഗിക്കണമെന്ന് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? कितने लोग चाहते हैं कि यीशु आपका इस्तेमाल करे? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ऐसे हैं, आपको इस्तेमाल होना है तो वो जो बोलता है वो आपको करना है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. एक बार एक भाई मेरे पास प्रार्थना के लिए आए. ആമേൻ. ആ സഹോദരൻ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ वो भाई जब प्रार्थना के लिए आए, ആ സഹോദരൻ പറഞ്ഞു, എന്റെ യാത്രകളെല്ലാം उस മുടങ്ങിക്കിടക്കുകയാണ്. भाई ने ऐसे बोला, मेरी सारी यात्रा में रुकावटें आ रही है. 7 വർഷം കൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ്. 7 साल से मैं परिश्रम कर रहा हूँ. എല്ലാം റെഡിയാകും, അവസാനം പോകാൻ പറ്റിയേ. सब कुछ तैयार हो जाता है लेकिन मैं जा नहीं पाता. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ मैं जब ऐसे प्रार्थना कर रहा ഞാൻ ആ था, സഹോദരനോട് ചോദിച്ചു, मैंने उस भाई से पूछा, നിന്റെ വീട്ടിൽ ഒരു വലിയ ഡിസ്പ്യൂട്ട് കാണുന്നു. आपके घर में एक बड़ा कलेश को मैं देख रहा हूँ. ഉടനെ പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. उसने बोला कि कुछ भी नहीं है. വീണ്ടും പ്രാർത്ഥിച്ചു. फिर दोबारा प्रार्थना किया. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, जब प्रार्थना किया तो बोला, നിന്റെ പിതാവുമായി നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? क्या आपके पिता के साथ आपकी कुछ प्रॉब्लम है, ഞാൻ समस्या പറഞ്ഞു, है? എന്റെ പിതാവിനോട് മിണ്ടിയിട്ട് 7 तो വർഷമായി. उन्होंने बोला 7 साल हो गए मैंने अपने पिता से बात नहीं किया. അതാ ഈ 7 വർഷം കൊണ്ട് താൻ യാത്രകൾക്കും ജോലിക്കും ഒരുങ്ങുന്നു, ഒന്നും നടക്കുന്നില്ല. इसलिए 7 सालों से वो नौकरी के लिए और यात्रा के लिए तैयार हो रहे हैं लेकिन वो हो नहीं पा रहा है. നിങ്ങളുടെ ജീവിതത്തിൽ आपके जीवन में വലിയ കാര്യം യേശു ചെയ്യാൻ പോകും. बड़ी बातों को यीशु करने जा रहा है. അവൻ അന്ന് വീട്ടിൽ പോയി. और वो उस दिन घर पे गए. അവൻ അപ്പനെ കെട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞു. उन्होंने पिता को गले लगाया और क्षमा मांगा. അവന്റെ ജീവിതം മാറി. उनका जीवन परिवर्तन हुआ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1 हफ्ते के बाद അവന് ദുബൈയിൽ നിന്ന് ഒരു ഇന്റർവ്യൂ കോൾ വന്നു. उनको दुबई से एक इंटरव्यू का कॉल आया. 1 വർഷം മുമ്പ് കൊടുത്തിരുന്ന അവൻ ഒരു ജോലിക്ക് കൊടുത്തിരുന്ന അവൻ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ഇന്റർവ്യൂ വന്നു, ഒരു ഓപ്ഷോറിലേക്ക് അതിൽ സെലക്ട് ആയി അവൻ പോകുവാൻ ഇടയായി. 1 साल पहले उन्होंने एप्लीकेशन दिया था लेकिन अभी उसका इंटरव्यू के लिए उन्हें बुलाया गया और वहां पे नौकरी के लिए उन्हें सेलेक्ट कर दिया गया. ഇന്ന് പിശാച് കൊണ്ടിടുന്ന ഒരു വലിയ വെപ്പണാണ് തമ്മിൽ സ്നേഹമില്ലാതെ, ക്ഷമിക്കപ്പെടാതെ, അകറ്റിക്കളയുക,
പിശാചിന്റെ വലിയൊരു ആയുധമാണ്. अभी शैतान जो सबसे बड़ा हथियार लेकर आता है वो ये है कि जिनके बीच में प्यार नहीं होता है, उनके हृदय में नाराजगी होती है और क्षमा नहीं कर पाते हैं. ആമേൻ. നാം ക്ഷമിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആമേൻ താഴ്മ, ഒരു ഹംബിൾനെസ്, വിധേയത്വം ഉണ്ടാകണം. अगर आपको क्षमा करना है तो आपके हृदय के अंदर एक अधीनता होना है, एक नम्रता होना है. നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടോ? क्या आप किसी से नाराज बैठे हैं? ഉണ്ടോ? कोई है? കയ്പുണ്ടോ? क्या कड़वाहट है? ആമേൻ. കയ്പ് കൊണ്ട് നടക്കുകയാണോ? कड़वाहट को लेकर चल रहे हैं, പക്ഷേ ആ കയ്പ് മാറ്റിക്കളയണം. लेकिन उस कड़वाहट को हटाना है. നാം എത്ര ഹംബിളാ കർത്താവിന്റെ സന്നിധിയിൽ വിധേയപ്പെടുമോ അത്രയും നമ്മൾ ഉപയോഗിക്കും. हम जितना परमेश्वर की उपस्थिति के आगे अधीनता में आते हैं, नम्र होते हैं, उतना परमेश्वर हमें इस्तेमाल करते हैं. ഹല്ലേലൂയ. हालेलुया. പല രോഗങ്ങളും ക്ഷമിക്കപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആമേൻ ഉണ്ടാകാം. बहुत सी बीमारियां आप क्षमा नहीं कर पा रहे, इस वजह से हो सकती है. ക്ഷമിക്കപ്പെടാത്തത് കൊണ്ട് ആമേൻ പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. क्षमा ना करने की वजह से बहुत सारी परेशानियों का आपको सामना करना पड़ सकता है. 6 മാസം മുമ്പ് ഒരു കുടുംബം പിരിഞ്ഞു. 6 महीने पहले एक परिवार अलग हो गए. ഇവിടെ അവരെ രണ്ടുപേരെയും ഞാൻ വിളിച്ചു. उन दोनों लोग को मैंने बुलाया അവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്നില്ല. और दोनों लोग मेरे पास नहीं आए. ഞാൻ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. मैंने उनको दोबारा बुलाया. ഞാൻ പറഞ്ഞു നിങ്ങൾ പിരിയാൻ പാടില്ല. मैंने बोला आप लोग अलग नहीं होने चाहिए. അവർ കോടതിയിൽ കേസ് കൊടുത്തു. उन्होंने कोर्ट में केस कर दिया. അവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. वो ऐसे आगे बढ़ रहे हैं. വീണ്ടും വീണ്ടും ഞാൻ അവരെ വിളിച്ചു. बार बार मैंने उनको कॉल किया. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, मैंने उस बहन से बोला സിസ്റ്ററെ നിങ്ങൾ ക്ഷമിക്കണം. बहन आपको क्षमा करना है. ഓ ഞാൻ ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞു. उस बहन ने बोला मैं क्षमा नहीं करूंगी. ഞാൻ പറഞ്ഞു കേസ് വിഡ്രോ ചെയ്യണം. मैंने बोला केस आपको वापस ഞാൻ लेना है. ഒരിക്കലും എന്റെ കേസ് വിഡ്രോ उसने ചെയ്യില്ല. बोला मैं कभी अपना केस वापस ഞാൻ नहीं ആ लूंगी. സഹോദരനെ വിളിച്ചു. मैंने उस भाई को फोन किया. ഞാൻ പറഞ്ഞു നീ അവളെ സ്നേഹിക്കണം. मैंने बोला आपको उससे प्यार करना है. ഓ ഇനി എനിക്ക് അവളെ വേണ്ട. उसने बोला कि आप मुझे वो नहीं അവൾ चाहिए. പറഞ്ഞാൽ കേൾക്കുകയില്ല. वो जो मैं बोलता हूँ वो नहीं सुनती है. ഈ ലാസ്റ്റ് ഫ്രൈഡേ और ये पिछले शुक्रवार को വീണ്ടും ഞാൻ അവരെ വിളിച്ചു. दोबारा मैंने उनको कॉल किया. രണ്ടുപേരെയും കോൺഫറൻസ് കോളിൽ ഇട്ട് സംസാരിച്ചു. दोनों लोगों को मैंने कॉन्फ्रेंस कॉल में लगाकर बात किया. ഈ സബ്ജക്റ്റ് അവർക്ക് ഒരു ചെറിയ ക്ലാസ് എടുത്തു. ये विषय के बारे में मैंने थोड़ा सा ഒരു उनको क्लास 15 किया. മിനിറ്റ് കഴിഞ്ഞപ്പോൾ 15 मिनट के बाद ആ സഹോദരി കരയാൻ തുടങ്ങി. वो बहन रोने लग गई. എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോകാം. बस बहन ने बोला मैं वापस जाने के लिए ആ तैयार हूं. സഹോദരനും പറഞ്ഞു ഞാൻ അവളെ സ്വീകരിക്കാം. बस भाई ने भी बोला मैं उसको स्वीकार करने के लिए तैयार हूं. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇന്ന് അവരുടെ കേസ് ക്യാൻസൽ ചെയ്തു. और ऐसे उनके जीवन में आज उनका केस जो है कैंसिल हो गया है. അവര് ആമേൻ സ്തോത്രം ഈ വരുന്ന തിങ്കളാഴ്ച പുനലൂരിൽ വരും. और ये आने वाले सोमवार को वो लोग पुनलूर में आएंगे. അവർ ഒരുമിച്ച് പോവുകയാണ്. वो मिलकर अब एक साथ जा रहे हैं. ഇന്ന് വൈകിട്ട് അവർ രണ്ടും ഒരു വീട്ടിൽ താമസിക്കും. आज शाम को वो लोग एक ही घर पे रहेंगे. നാം ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ हम अगर क्षमा नहीं करते हैं നമ്മുടെ കുടുംബമെല്ലാം തകർന്നു പോകും. तो हमारा परिवार टूट जाता है. ഒരു ചെറിയ സബ്ജക്റ്റ് നല്ല കുടുംബങ്ങളെ ഉടച്ചു एक കളയും. छोटा सा विषय अच्छे अच्छे परिवारों को तोड़ ഈ सकता है. വലിയ കൃപയ്ക്ക് തടസ്സം ये ക്ഷമിക്കപ്പെടാത്തതാണ്. बहुत बड़े अनुग्रह की जो रुकावट है वो ये है कि അതുകൊണ്ട് क्षमा नहीं कर യേശു पाते. ക്ഷമിച്ചതുപോലെ इसलिए जैसे यीशु ने क्षमा किया, പലർക്കും ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. कई लोग के लिए क्षमा करना बहुत ही मुश्किल बात है. പലർക്കും സമർപ്പിക്കപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. कई लोग को समर्पण करने में बहुत दिक्कत होती है. ഹല്ലേലൂയ. हालेलुया. ഒരു കോടാലി, ഒരു ആക്സ്, एक कुल्हाड़ी അത് നല്ല മൂർച്ചയുള്ളതാണെന്നിരിക്കും. अगर उसकी धार बहुत तेज है, അതെപ്പോഴും ചുമ്മാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഉടമസ്ഥൻ അതിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. अगर हमेशा उसका इस्तेमाल किया गया घिस रखा है तो मालिक उसका इस्तेमाल नहीं कर सकता है. ആമേൻ. എന്നാൽ ഒരു ഉടമസ്ഥന്റെ കയ്യിൽ ആ കോടാലി ഏൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ लेकिन जब वो जो कुल्हाड़ी है जब वो मालिक के हाथों में आ जाता है, അത് ജീവനില്ലാത്തതായി ഏൽപ്പിക്കപ്പെടുമ്പോൾ वो जीवन रहित होकर जब उस मालिक के हाथों में समर्पण किया जाता है, ഈ കോടാലി ഉപയോഗിച്ച് ഉടമസ്ഥൻ എത്ര വലിയ മരമാണെങ്കിലും വെട്ടിമുറിക്കുവാനിടയാൽ तो इस कुल्हाड़ी को लेकर वो मालिक कितना भी बड़ा जो पेड़ है उसको काट पाता है.
കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ प्रभु हमें इस्तेमाल करने के लिए നമ്മുടെ കഴിവല്ല വേണ്ടിയത്, हमारी जो योग्यता है वो नहीं നമ്മുടെ चाहिए, ഭാഷയല്ല വേണ്ടിയത്, हमारी भाषा नहीं चाहिए, നമ്മുടെ പണമല്ല വേണ്ടിയത്. हमारे पैसे नहीं चाहिए। കർത്താവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുമ്പോൾ, प्रभु के हाथों में जब समर्पण करते ഒരു हैं, ഇണങ്ങിയ ആയുധമായി സബ്മിറ്റ് ചെയ്യുമ്പോൾ एक अच्छे हथियार के समान जब समर्पण करते കർത്താവ് हैं, നമ്മെ അതിശക്തമായി ഉപയോഗിക്കും. प्रभु हमें सामर्थ्य रीति से इस्तेमाल करता है। ഹല്ലേലൂയ. हालेलुया। ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं आप लोगों के लिए कुछ दिनों से प्रार्थना कर रहा हूँ। നിങ്ങളെ ദൈവം വലിയ നിലയിൽ ഉപയോഗിക്കും. आपको परमेश्वर बहुत ही बड़ी रीति से इस्तेमाल करने जा रहा है। ഇത് ചുമ്മാതെ ഇവിടെ നിങ്ങൾക്കൊരു മീറ്റിംഗ് വെച്ചിരിക്കുവല്ല. ये यूं ही आपके लिए एक सभा नहीं रखा है। നിങ്ങളെ എക്വിപ്പ് ചെയ്ത് കർത്താവ് നിങ്ങളുടെ ഫീൽഡിലേക്ക്, നിങ്ങളുടെ വയലിലേക്ക് കർത്താവ് നിങ്ങളെ അയക്കാൻ പോകുകയാണ്. आपको हथियारों से बांधकर परमेश्वर युद्ध भूमि में उस फसल की उस खेतों में आपको भेजने जा रहा है। ഭാരതത്തിൽ ഏതെല്ലാം ആമേൻ പ്രതിസന്ധികൾ വന്നാലും ഭാരതം ഒരു ഉണർവിനെ ആമേൻ സ്വീകരിക്കാൻ പോകുകയാണ്. भारत में कितनी भी परेशानी क्यों ना आ जाए, लेकिन भारत उस बेदारी का सामना करने जा रही है। പല കാര്യങ്ങളും റൂൾസും വരും, പക്ഷേ അതിനിടയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കാൻ പോകുകയാണ്. बहुत सारी बातें और नियम आएंगे, लेकिन उनके बीच में अद्भुत चिन्ह और चमत्कार होने जा रहे हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ आप जब यीशु के हाथों में समर्पण करते हैं, യേശു നമ്മളെ ഉപയോഗിക്കും. यीशु हमारा इस्तेमाल करता ആ है। ബാലകന്റെ കയ്യിലെ 5 യവത്തപ്പം നിങ്ങൾക്കറിയാമല്ലോ. आपको पता है उस बालक के हाथ में 5 रोटी था। അത് ഏറ്റവും പാവങ്ങൾ ഉപയോഗിക്കുന്നതാണ് യവത്തപ്പം. वो सबसे गरीब लोग इस्तेमाल करते हैं, वो जो रोटी जो लेकर आया था। എന്നാൽ ഉന്നത അവൻ രുചിയുള്ളതും വിലയുള്ളതും എല്ലാം തീർന്നുപോയി. लेकिन सबसे ज्यादा स्वादिष्ट और अच्छा खाना खत्म हो गया। എന്നാൽ ബാലകന്റെ കയ്യിലിരുന്ന 5 യവത്തപ്പം യേശുവിന്റെ കയ്യിലേക്ക് വന്നപ്പോൾ അത് അത്ഭുതങ്ങളായി മാറി. लेकिन उस बालक के हाथ की 5 रोटियां जब यीशु के हाथ में आ गया तो वो अद्भुत बन गया। നിങ്ങൾ യേശുവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ आप जब यीशु के हाथों में समर्पण करते हैं, യേശു നിങ്ങളെ ഉപയോഗിപ്പാൻ ഇടയായി തീരും. तो यीशु आपका इस्तेमाल करता है। യേശു ശക്തമായി നിങ്ങളെ മാനിക്കും. यीशु सामर्थ्य रीति से आपका आदर करेगा। 3 ദിവസം മുമ്പ് എന്റെ അടുത്ത് ഒരു സഹോദരൻ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ വന്നു. 3 दिन पहले एक भाई जो है मेरे पास प्रार्थना करने के लिए आए। അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. उन्होंने मुझसे एक बात को बोला, എനിക്ക് നല്ല കൃപാവരം വേണം. मुझे अच्छे वरदान चाहिए। ഞാൻ പറഞ്ഞു കർത്താവ് അത് തരും. मैंने बोला प्रभु आपको देंगे। പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ जब प्रार्थना करने के लिए बैठा അദ്ദേഹം ഭയങ്കരമായി കരയുന്നു. तो बहुत ज्यादा रो रहे थे। ഓ എനിക്ക് ആത്മാക്കളെ നേടാൻ ഗിഫ്റ്റ് വേണം. उन्होंने बोला मुझे आत्माओं को जीतने के लिए वरदान चाहिए। നിശ്ചയമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ആത്മാക്കളെ കുറിച്ചുള്ള ദാഹമുണ്ടെങ്കിൽ ഏത് വിഷയത്തിന് എവിടെ ചെല്ലുന്നോ ആരുടെ അടുത്ത് ചെല്ലുന്നോ അവിടെ വേണ്ട ഗിഫ്റ്റ് നമ്മളിലൂടെ ഓപ്പറേറ്റ് ചെയ്യുവാനിടയായി തീരും. निश्चय अगर आपके अंदर आत्माओं के लिए भोज है तो आप जहाँ कहीं जाएंगे जो जो वरदान आपको चाहिए होगा वो आपके द्वारा प्रभु इस्तेमाल करेगा। हालेलुया 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 हालेलुया। കർത്താവിന്റെ കയ്യിലെ ഒരു ഉപകരണമായി നമ്മളെ അവൻ സറണ്ടർ ചെയ്യണം. आपको प्रभु के हाथों का एक उपकरण बनकर अपने आप को समर्पित करना है। ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അടിക്കുമ്പോൾ जब जो उपकरण होते हैं, ये यंत्र जब അത് बजाते നല്ല हैं, ട്യൂണിൽ വരണമെങ്കിൽ അത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. നമ്മളത് ട്യൂൺ ചെയ്യുമ്പോൾ പാട്ട് പുറത്തു വരണമെങ്കിൽ ഭംഗിയാകണമെങ്കിൽ ആ വായിക്കുന്ന ആളിന്റെ കയ്യിൽ ഒരു ചത്ത ഉപകരണമായി ഒരു ഡെഡ് ഉപകരണമായി അത് എത്തിക്കഴിയുമ്പോൾ ഉടമസ്ഥന്റെ ഇഷ്ടപ്രകാരം വായിക്കുമ്പോൾ അത് ഭംഗിയായി മാറും. जो एक अच्छा सा वाद्य यंत्र उसको अच्छे से धुन सुनानी है, अच्छा सा बजना है उसको, तो उसे मालिक के हाथों में जो उसे बजाता है उसके हाथों में उसे एक मरे हुए उपकरण के समान पूरी तरीके से समर्पण करते हुए अच्छे से रहना है, तभी वो अच्छे से मालिक उसका पूरी तरीके से इस्तेमाल कर पाता है। നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ हम जब प्रार्थना करते हैं, നിങ്ങൾ ഈ മലയുടെ മുകളിലാ വന്നിരിക്കുന്നത്. आप इस पहाड़ के ऊपर आए हैं।
ഇവിടെ മണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. यहाँ पर घंटों बार आपको प्रार्थना करने के लिए तैयार होना മറ്റ് है. ഫോണും സംസാരവും എല്ലാം മാറ്റിയേക്കണം. बाकी फोन और बातें सब कुछ आपको हटाना है. നിങ്ങൾ നെടുമ്പാട് വീണ് കരയണം. आपको मुंह के बल गिर कर रोना ആ है. കരച്ചിലിന്റെ മുൻപിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. उस रोने के आगे परमेश्वर आपके सामने स्वर्ग को खोलेगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ കീഴിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. आप लोग एक खुले हुए स्वर्ग के नीचे बैठे हैं. ഓ, നിങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഹൃദയമായി ഇരിക്കുമ്പോൾ आप जब एक क्षमा करने वाले हृदय के साथ बैठते हैं നിങ്ങളിൽ റിലീസ് സംഭവിക്കും. तो आपके अंदर से वो सामर्थ बाहर निकलता है. എല്ലാരും പറഞ്ഞാട്ടെ, ക്ഷമിക്കപ്പെടുമ്പോൾ सब लोग बोले റിലീസ് സംഭവിക്കും. कि जब आप क्षमा करते हैं तो सामर्थ निकलता है. നിങ്ങൾ റിലീസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോഴാണ്. आप बाहर आते हैं जब आप क्षमा करते हैं. ആമേൻ. നാം പരിധി വെച്ചല്ല ക്ഷമിക്കേണ്ടത്, हमें सीमाओं को रखकर क्षमा नहीं करना है. പരിധി ഇല്ലാതെ ക്ഷമിക്കണം. सीमा रहित होकर आपको क्षमा करना है. നിങ്ങൾക്ക് പരിധിയില്ലാതെ ക്ഷമിക്കാൻ പറ്റുമോ? कि आप सीमा से बढ़कर क्षमा कर सकते हैं. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞത്, इसलिए पवित्र शास्त्र में लिखा है ആമേൻ, 7-70 വട്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. 7 नहीं 70 गुना आपको क्षमा करना. എനിക്ക് 7-70 എന്നുള്ളത് മനസ്സിലാക്കിയത്, मुझे जब 7-70 कब समझ आया, 7 എന്നുള്ളത് മനുഷ്യൻ, ആമേൻ, മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള മനുഷ്യനെ ഉണ്ടാക്കുന്ന ആ പൂർണ്ണതയുടെ ദിവസമാണ്. 7 जो है वो मनुष्य को बनाने के बाद जो पूर्णता को दिखाने वाला दिन है. 7 എന്നുള്ളത് ഒരു തുടക്കമാണ്. 7 जो है वो एक शुरुआत है. എന്നാൽ लेकिन 70 എന്നുള്ളത് ഒരു മനുഷ്യന്റെ ആയുസ്സാണ്. 70 जो है एक मनुष्य की उम्र है. മനുഷ്യന്റെ ജീവിതം തുടങ്ങിയത് മുതൽ അവസാനം വരെ നാം ക്ഷമിക്കുന്നവരാകണം. मतलब एक मनुष्य की उत्पत्ति यानी शुरुआत से लेकर उसके जीवन भर अंत तक उसको क्षमा करने वाला होना है. അങ്ങനെയാണെ ഒരു പ്രാവശ്യം ക്ഷമിച്ചാൽ പോരാ, ऐसे है तो मतलब एक बार क्षमा नहीं करना है, 2 പ്രാവശ്യം പോരാ, 2 बार काफी नहीं है, 7 പ്രാവശ്യം പോരാ, 7 बार काफी नहीं है, 70 പ്രാവശ്യം പോരാ. 70 भी काफी नहीं है. നമ്മുടെ ഒരായുസ് മുഴുവനും ക്ഷമിക്കുന്നവരാകണം. हमारी जिंदगी भर हमें क्षमा करना है. ഹല്ലേലൂയ, हालेलुया. ആമേൻ. എല്ലാവരും പറഞ്ഞാട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ക്ഷമിക്കുന്നവരായി सब മാറണം. लोग बोले मुझे जीवन भर क्षमा करने वाला बनना है. ആമേൻ. आमीन. ഞാനൊരു വലിയ ദേഷ്യക്കാരനായിരുന്നു. मैं बहुत ही गुस्से वाला था, ഞാനൊരു വലിയ കോപിഷ്ഠനായിരുന്നു. मैं बहुत ही क्रोध करने वाला था. നേക്ക് 40 വർഷം മുമ്പ് आज से 40 साल पहले ഞാൻ രക്ഷിക്കപ്പെട്ടു. जब मैंने उद्धार पाया, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് उद्धार पाने के बाद ഞാൻ ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ मैं जब इस पवित्र आत्मा की भरपूरी के लिए ഞാൻ इंतजार कर रहा കർത്താവിനോട് പറഞ്ഞു, था, എന്റെ ദേഷ്യം വലിയ ദോഷം ചെയ്യും. मैंने प्रभु से बोला कि मेरा जो गुस्सा है दूसरों को बहुत चोट पहुंचाता है. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഭയങ്കര ദേഷ്യമാണ്. एक बोला, दूसरे में बहुत गुस्सा आता है, പിന്നെ ക്ഷമിക്കത്തില്ല, അത് വെച്ചുകൊണ്ടിരിക്കും. फिर क्षमा नहीं करना, ऐसे उसको लेके चलना. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പ്രാപിച്ചോ, लेकिन जिस दिन मैंने पवित्र आत्मा का अभिषेक को पाया, അന്ന് മുതൽ ആ വലിയ കോപ സ്വഭാവം എന്നിൽ നിന്ന് മാറിപ്പോയി. उस दिन से मेरे वो गुस्से का स्वभाव मुझसे दूर हो गया. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ पवित्र आत्मा जब आपके ऊपर आता है, നമ്മുടെ സ്വഭാവങ്ങൾ മാറും, हमारा स्वभाव बदल जाता നമ്മുടെ है, രീതികൾ മാറും, हमारी रीति बदल जाती നമ്മുടെ है, ശൈലികൾ മാറും. हमारी शैली बदल जाती है. ഹല്ലേലൂയ. हालेलुया. അടുത്ത ഒരു വലിയ ഉണർവ് നോർത്ത് ഇന്ത്യയിൽ ദൈവം അയക്കും. अगली एक बड़ी बेदारी उत्तर भारत में परमेश्वर भेज रहा है. അവിടുത്തെ എല്ലാ വാതിലുകളും ഇനി അടയ്ക്കാനുള്ളിടത്തൊക്കെ അടയ്ക്കുന്നത് പോലെ തോന്നും. അടച്ചു കഴിയുമ്പോൾ അവൻ ഓരോരുത്തരുടെ പ്രാർത്ഥനയിൽ കാരാഗ്രഹം തുറക്കും, മരിച്ചവർ ഉയർക്കും, അത്ഭുതങ്ങൾ നടക്കും, വെള്ളം വീഞ്ഞാകും, ഒറ്റ പ്രസംഗത്തിൽ ലക്ഷങ്ങൾ രക്ഷിക്കപ്പെടും, സിറ്റുവേഷൻ മുഴുവനും സ്വർഗം മാറ്റുവാനിടയായി തീരും. आपको उत्तर भारत में ऐसे लगेगा कि सारे दरवाजे बंद हो रहे हैं, लेकिन उसके बीच में परमेश्वर अद्भुत काम करेगा. कब्र खुलने लगेंगी, जो पानी है वो दाखरस बनेगा, मरे हुए लोग जिंदा होंगे, एक प्रचार में लाखों लाखों लोग उद्धार पाएंगे. ഹല്ലേലൂയ. हालेलुया. വലിയൊരു വ്യത്യാസം, വലിയൊരു ഉണർവ്, വലിയ ഒരു ആമേൻ, അവരവർക്കുള്ള ചില എക്സ്പീരിയൻസ് കർത്താവ് തരാൻ പോവുകയാണ്. एक बड़ी बदलाहट उसके बीच में हर किसी को एक एक अनुभव प्रभु देने जा रहा है. ആമേൻ. आमीन. മത്തായി 18:35 പഠിക്കുമ്പോൾ जब मत्ती उसके 10 के 32 को आप पढ़ते हैं, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട്
ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. उसमें लिखा है 18:35. उसके 18 का 35. इसी प्रकार यदि तुम में से हर एक अपने भाई को मन से क्षमा ना करेगा तो मेरा पिता जो स्वर्ग में है तुमसे भी वैसा ही करेगा. ഹൃദയപൂർവം ക്ഷമിക്കുക. यहाँ पर लिखा है मन से क्षमा करना. പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. मतलब उसे मन में फिर लेकर नहीं चलना है. നിങ്ങൾ ക്ഷമിക്കാത്ത ഹൃദയവുമായി മുന്നോട്ട് പോകുന്നവരായി തീരരുത്. आपको क्षमा रहित एक हृदय के साथ आगे नहीं बढ़ना है. ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ക്ഷമിച്ചാൽ സെക്കൻഡ് ഡേയിൽ വലിയ റിവൈവൽ നിങ്ങളിൽ ഉണ്ടാകും. पहले दिन अगर आप क्षमा करेंगे तो दूसरा दिन एक बड़ा बेदारी आपके अंदर होगा. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടുന്ന ആമേൻ ഹൃദയം, ആമേൻ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. हमारे जीवन के अंदर एक हृदय होना चाहिए जो क्षमा करता हो. ऐसा एक हृदय हमें चाहिए. സഹോദരനോട് എങ്ങനെയാ ക്ഷമിക്കേണ്ടത്? कैसे भाई से क्षमा करना है? ഹൃദയപൂർവം. मन से क्षमा करना है. ഹൃദയപൂർവം. मन से क्षमा करना है. ഹൃദയപൂർവം. मन से क्षमा करना है. ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കരുത്. मतलब मन में लेकर फिर नहीं घूमना है. ഹൃദയപൂർവം ക്ഷമിക്കണം. मन से क्षमा करना है. ഹല്ലേലൂയ. हालेलुया. 13 വർഷമായി മക്കളില്ലാത്ത ഒരു ഫാമിലി കഴിഞ്ഞ വർഷം വന്നു. 13 साल से बच्चे नहीं थे. ऐसा एक परिवार हमारे पास आया. അവരുടെ ജീവിതത്തിൽ എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തു. उनके जीवन में सारा इलाज उन्होंने किया. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല. उनके बच्चे नहीं हो रहे थे. എന്നാൽ അവർക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. लेकिन उनके लिए बहुत अधिक प्रार्थना किया. അവർ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. और प्रार्थना में वो लोग आगे बढ़े. ഇങ്ങനെ കൗൺസിൽ ചെയ്ത് പ്രാർത്ഥിച്ചു വന്നപ്പോൾ जब हम ऐसे काउंसलिंग करके प्रार्थना कर रहे थे പരിശുദ്ധാത്മാവ് പറഞ്ഞു, तो पवित्र आत्मा ने बोला ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം. क्षमा जिनसे करना है उनसे क्षमा ഉടനെ करो. ഹസ്ബൻഡ് പറഞ്ഞു, तुरंत पति ने बोला എന്റെ ഭാര്യ എന്റെ അമ്മയോട് മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. और तुरंत पति ने ऐसे बोला कि मेरी पत्नी मेरी माँ से बातें नहीं करती. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ और जब उसके बारे में और बात किया, ആമേൻ, കല്യാണം കഴിഞ്ഞ് ചെന്ന നാളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഹൃദയത്തിൽ വഹിച്ചു കൊണ്ടുപോവുകയാണ്. जिस समय शादी हुआ था उस समय जो समस्या आई थी वो अभी तक वो अपने हृदय में लेकर घूमती है. ആമേൻ, പറഞ്ഞു വന്നപ്പോൾ जब बात कर करके आए ഒരു ചെറിയ കാര്യമാണ്. एक छोटी सी बात थी. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മായിയമ്മയോട് ക്ഷമിക്കണം. मैंने उस बहन से बोला आपको अपनी सास से क्षमा करना है. അവൾ ക്ഷമിക്കാൻ തയ്യാറായി. और वो क्षमा करने के लिए तैयार हो गई. അന്ന് വീട്ടിൽ ചെന്ന് അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞു. उस दिन वो घर जाकर सासू माँ को गले लगाकर क्षमा मांगा. അവർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. वो दोनों लोग बहुत तेज से रोए. ഈ വർഷം അവർക്കൊരു കുഞ്ഞിനെ കിട്ടി. और उसी साल उनको एक बच्चा हुआ. ആമേൻ, 3, 4, 5 ലക്ഷം രൂപ ട്രീറ്റ്മെന്റിന് കളഞ്ഞു. वो लोग 5 लाख रुपए तो उन्होंने इलाज में लगा दिया था. ആമേൻ, ഇല്ല അവർക്ക്. लेकिन बच्चा नहीं था उनका. എന്നാൽ ഒരു പൈസയും കൊടുക്കാതെ लेकिन बिना पैसे दिए ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ जब क्षमा किया उन्होंने അവർക്കൊരു നല്ല മകനെ तो കിട്ടി. उनको एक अच्छा बेटा प्रभु ने ആ दिया. കുഞ്ഞിന്റെ പേര് മെലേക്ക് എന്നാണ്. और इस बेटे का नाम है मेलेक. ആമേൻ, ദൈവം അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യും. परमेश्वर हमारे लिए अद्भुत को करता है. നിങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിയുമ്പോൾ जब आप क्षमा करते हैं ഓവറി പ്രോബ്ലംസ് മാറും. तो सारे आपके ओवरी के जो प्रॉब्लम है वो हट जाएगा. ക്ഷമിക്കപ്പെടാത്തതിന്റെ ഫലമായി क्षमा नहीं कर पा रहे उसके परिणाम स्वरूप സഭകൾ രണ്ടായി പിരിയുന്നു. कलीसियाएं टूट जाती है. ക്ഷമിക്കപ്പെടാത്തതിന്റെ പിന്നിൽ क्षमा नहीं कर पाते हैं उसके परिणाम ആമേൻ, स्वरूप വലിയ പ്രതിബന്ധങ്ങൾ ഉയരുന്നു. बहुत सारी रुकावटें खड़ी हो जाती हैं. ക്ഷമിക്കപ്പെടാത്തതിന്റെ പിൻപിൽ क्षमा नहीं कर पाते हैं इसलिए കോർട്ട് കേസുകൾ ഉണ്ടാകുന്നു. कोर्ट केस हो जाते हैं. ഇതെല്ലാം മാറണമെങ്കിൽ लेकिन अगर ये सब कुछ हटना है വളരെ സിമ്പിൾ ആണ്. तो बहुत ही आसान है. ക്ഷമിക്കപ്പെടുന്ന ഹൃദയം ഉണ്ടാകണം. क्षमा करने वाला हृदय होना है. ഏത് മേഖലയിലാ ക്ഷമിക്കപ്പെടാനുള്ളത്? कौन से क्षेत्र में क्षमा करना है? അത് നാം ക്ഷമിക്കപ്പെടണം. उनमें हमें क्षमा करना है. ആമേൻ. ജോസഫിന്റെ ജീവിതത്തിൽ यूसुफ के जीवन में ആമേൻ, ജോസഫ് ഫലപ്രദമായ വൃക്ഷമാണ്. यूसुफ एक फलवंत वृक्ष के समान है. ഉൽപ്പത്തി 41:50 പഠിക്കുമ്പോൾ उत्पत्ति 41 का 50 जब हम पढ़ते हैं ആമേൻ, ജോസഫ് ഒരു ഫലമുള്ള വൃക്ഷമാണ്. वहाँ पर हम देख सकते हैं वो एक फलवंत वृक्ष അത് है. മതിലിന്മേൽ പടരുന്നു. और वो उस दीवार के ऊपर फैल रहा है. വില്ലാളികൾ അവനോട് പൊരുതു. शूरवीर उससे युद्ध करने के लिए അവനെ आते हैं ജയിപ്പാൻ ആർക്കും കഴിയില്ല. लेकिन कोई उसे जीत नहीं पाता है. ജോസഫിന്റെ ജീവിതത്തിൽ यूसुफ का जीवन
തന്റെ 17ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നമാ തന്റെ ജീവിതത്തിൽ പ്രശ്നത്തിലേക്ക് പോയത്. अपने 17वें साल में जो उसने स्वप्न को देखा था, वहां से समस्याएं शुरू हुई थी. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. आपके जीवन के स्वप्न समस्याओं को लेकर आ सकती है. പക്ഷേ ഈ സ്വപ്നങ്ങൾ നിങ്ങളെ ഒരു യാഥാർത്ഥ്യത്തിൽ കൊണ്ടെത്തിക്കും. लेकिन ये स्वप्न आपको एक असलियत, एक मकसद में पहुंचाता ഈ है. സ്വപ്നങ്ങൾ ഒരു നടത്തിപ്പിലേക്ക് വരാൻ പോകുകയാണ്. ये स्वप्न आपको एक बड़ी बातों की ओर लेकर जाएगी. ഹല്ലേലൂയ. हालेलुया. ഒരിക്കൽ 12ാം ക്ലാസ് തോറ്റ ഒരു യൗവനക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ അമേരിക്കയിൽ പോയെന്ന് സ്വപ്നം കണ്ടത്. एक बार 12वीं हारने वाला एक युवक जो है वो मेरे पास आया. उसने बोला, पास्टर, मैंने एक स्वप्न देखा है, उसमें ये था कि मैं अमेरिका में जा रहा हूँ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ സ്വപ്നം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. ഞാൻ 12ാം ക്ലാസ് തോറ്റതായതുകൊണ്ടും പഠിത്തമില്ലാത്തതുകൊണ്ടും ഒക്കെ എല്ലാവരും എന്നെ കളിയാക്കി. उसने बोला कि जब मैंने अपने घर में अपने सपने के बारे में बताया, सबने मेरा मजाक उड़ाया क्योंकि मैं 12वीं कक्षा में हार गया था और ज्यादा पढ़ा लिखा नहीं हूँ. അവൻ കർത്താവിനോട് വളരെ അടുത്തു. वो परमेश्वर की ओर नजदीक गया. ആ വീട്ടിൽ അവൻ മാത്രമേ ഉള്ളായിരുന്നു വിശ്വാസത്തിൽ. उस घर में सिर्फ वो अकेला था विश्वास में. പക്ഷേ അവന് വെൽഡിംഗ് പോയി പഠിച്ചു. लेकिन उसने वेल्डिंग का काम सीखा. അവിടുന്ന് ദൈവം അവനെ സൗദിയിൽ അയച്ചു. वहां पर परमेश्वर ने उसको सऊदी में भेजा. സൗദിയിൽ നിന്ന് തിരിച്ചു വന്ന് ഇപ്പോൾ ഒരു കല്യാണം വന്നു. ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു. അവൾ എക്സാം എഴുതി. അത് പിന്നത്തേതിൽ അവർ രണ്ടുപേരും അമേരിക്കയ്ക്ക് പോയി. और सऊदी से जब वो वापस आया तो उसकी शादी एक नर्स से हुई और उस नर्स ने जब एग्जाम लिखा तो दोनों मिलके वो लोग अमेरिका में जाकर रहने लगे. നിങ്ങളുടെ സ്വപ്നങ്ങൾ आपके स्वप्न നിങ്ങൾ ചിന്തിക്കുമ്പോൾ നടക്കാൻ സാധ്യതയില്ല. आप जब सोचते हैं तो वो पूरा नहीं हो सकते हैं. പക്ഷേ സ്വപ്നം തന്ന ദൈവം സ്വപ്നം ഫുൾഫിൽ ചെയ്യും. लेकिन स्वप्न देने वाला परमेश्वर स्वप्न को पूरा करता है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? क्या आपने कोई सपना देखा है? നിങ്ങളുടെ ദേശത്തെ കുറിച്ച്, आपके देश के बारे में, ഉണർവിനെ കുറിച്ച്, बेदारी के बारे में, ആമേൻ, കൂട്ട സ്നാനത്തെ കുറിച്ച് एक बड़े बपतिस्मा के बारे में എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? कुछ भी आपने देखा है? കർത്താവ് അത് നടത്താൻ तो പോകുകയാണ്. परमेश्वर से पूरा करने जा रहा കർത്താവ് है. അത് നടത്താൻ പോകുന്നു. परमेश्वर से पूरा करने जा रहा है. നിങ്ങളുടെ ജീവിതത്തിന്മേൽ, आपके जीवन के ऊपर നിങ്ങളുടെ സ്വപ്നത്തിന് നേരെ പൊട്ടക്കിണർ വരും. പക്ഷേ ആമേൻ, സ്വർഗത്തിലെ ദൈവം ഒരിക്കലും വറ്റാത്ത ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. आपके स्वप्न के विरोध में कुआं आ सकता है, लेकिन स्वर्ग का परमेश्वर आपके सामने एक बड़ा सोता खोलने जा रहा है. ഹല്ലേലൂയ. हालेलुया. ജോസഫിന്റെ സഹോദരന്മാരുടെ പൊട്ടക്കിണർ അതുകൊണ്ട് അവസാനിച്ചപ്പോൾ यूसुफ के भाइयों का जो कुआं था उसके साथ समाप्त हो गया. ജോസഫിന് തന്റെ ആമേൻ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ കിണർ ഒരിക്കലും വറ്റാത്ത കിണറായിരുന്നു. लेकिन यूसुफ के पिता लोगों से जो उसे कुआं मिला था वो एक ऐसा सोता बन गया जो कभी सूखता नहीं है. ദർശനമില്ലാത്തവൻ പൊട്ടക്കിണറ്റിൽ അവസാനിക്കുമ്പോൾ ദർശനമുള്ളവൻ കിണറ്റിനകത്തുനിന്ന് ജീവന്റെ നദികൾ വരുന്ന നിലയിൽ പോകുവാൻ ഇടയായിത്തീരും. जिसके पास दर्शन नहीं है वो कुएं में खत्म हो जाता है, लेकिन जिसके पास दर्शन है और कुएं में पड़ा है तो वहां से उसके लिए जीवन जल का सोता बहता है. ഇന്ന് പകൽ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ചില പുതിയ കുഴികൾ വെട്ടാൻ അവസരം തരാൻ പോവുകയാണ്. आज दिन के समय परमेश्वर याद बैठे कुछ लोगों के लिए नए नए कुएं खोलने जा रहा है. നിങ്ങൾ വറ്റാത്ത കിണറുകൾ വെട്ടാൻ പോകുന്നു. आप ऐसे कुओं को खोदने जा रहे हैं जो कभी सूखता नहीं है. ഈ കിണർ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പോകുകയാണ്. ये कुआं भरने जा रहा है, उमड़ने जा रहा है. ഈ സ്ഥലത്ത് ഉറവകൾ പുറപ്പെടാൻ പോകുക. इस जगह में सोते खुलने जा रहे हैं. ഇവിടെ നിന്ന് രാജ്യങ്ങളിലേക്ക് ഉറവകൾ അവൻ പുറപ്പെടാൻ പോകും. यहाँ से राज्यों में सोते बहने जा रहे हैं. ഇവിടെ നിന്ന് അനേക മിഷണറിമാർ എഴുന്നേൽക്കാൻ പോകും. यहाँ से अनेक मिशनरी लोग जाने जा रहे हैं. ആ പുറകിൽ അറ്റത്തിരിക്കുന്ന ആ സഹോദരി, उस कोने में सबसे जो लास्ट में बैठी हुई बहन है, please stand up. आप खड़ी हो जाओ. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, पवित्र आत्मा आपसे आपको याद നീ दिला रहा ചില है. പുതിയ കിണറുകൾ വെട്ടാൻ आप പോകുന്നു. कुछ नए कुएं खोदने जा रही ആ है. കിണറുകൾ വറ്റാത്ത और वो കിണറുകളാണ്. कुएं कभी ഓ, सूखने वाला नहीं അതിൽ है. നിന്ന് ഉറവകൾ ഉയരും. वहां से सोते बह निकलेंगे. പരിശുദ്ധാത്മാവ് അവൻ 7 സ്റ്റേറ്റുകളിലെ ചില ഉറവകൾ നിനക്ക് തരും. पवित्र आत्मा 7 राज्यों का सोता आपके हाथों में देने जा रहा है. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ पवित्र आत्मा आपके जीवन में ഒരു വലിയ ഉണർവിന് വേണ്ടി ഉപയോഗിക്കാൻ एक പോകുന്നു. बड़ी കുറിച്ചു
വെച്ചോ, ഡൽഹിയിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. आप लोग लिख के रखे, दिल्ली में बड़ी बदलाहट होने जा रही है. ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. भारत के हेडक्वार्ट में एक बहुत बड़ी बदलाहट होने जा रही है. പ്രാർത്ഥനയുടെ അധികാരം എന്തെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. प्रार्थना का अधिकार क्या है, परमेश्वर के बच्चों को पहचानना. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. यीशु के नाम से आशीष देकर प्रार्थना करते हैं. ഹൃദയപൂർവ്വം ക്ഷമിക്കപ്പെടണം. मन से क्षमा करना है. എല്ലാവരും പറഞ്ഞാട്ടെ, ഹൃദയപൂർവ്വം ക്ഷമിക്കപ്പെടണം. सब लोग बोले मन से क्षमा करना है. നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ अगर आप मन से क्षमा नहीं करते हैं സ്വർഗ്ഗസ്ഥനായ പിതാവും നിങ്ങളോട് അങ്ങനെ ചെയ്യും. तो स्वर्गीय पिता भी आपसे ऐसा ही करेंगे. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ആരും ക്ഷമിക്കത്തില്ല. मतलब आप क्षमा नहीं करेंगे तो कौन क्षमा नहीं करेगा? ദൈവം ക്ഷമിക്കത്തില്ല. मतलब परमेश्वर क्षमा नहीं करेंगे. ക്ഷമിക്കണം. हमें क्षमा करना है. ക്ഷമിക്കുന്നില്ലെങ്കിൽ हम अगर क्षमा नहीं करेंगे അവർക്ക് ഒരു കുഴപ്പവുമില്ലെന്ന്. तो हमें लगता है कि कोई दिक्कत नहीं है. യേശു കർത്താവ് ക്ഷമിക്കത്തില്ല. लेकिन यीशु प्रभु क्षमा नहीं करते. ആമേൻ. യേശു നമ്മോട് ക്ഷമിച്ചതുപോലെ यीशु ने जैसे हमसे क्षमा किया, നാമും ക്ഷമിക്കപ്പെടുന്ന ഹൃദയവുമായി മുന്നോട്ട് യാത്ര ചെയ്യണം. हमें भी क्षमा करने वाले हृदय के साथ आगे बढ़ना है. ആമേൻ. आमीन. എനിക്ക് ക്ഷമിക്കപ്പെടാനുണ്ട്. मुझे क्षमा करना है. ഓ, എനിക്കതിലൊരു റിലീഫ് വേണം. मुझे उसमें एक छुटकारा चाहिए. നിങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, आप क्षमा कर रहे हैं, വീണ്ടും അത് ഓർത്തുകൊണ്ടിരിക്കുന്നു. बार बार उसे याद कर रहे हैं. അങ്ങനെ ഓർക്കുകയല്ല വേണ്ടത്, ऐसे बार बार याद नहीं करना അതിനെ है, എന്നേക്കുമായി മറക്കണം. उसे हमेशा के लिए भूल जाना है. Forget and forgiveness. मतलब क्षमा करना है, भूलना है. ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണം. क्षमा करना है और भूल जाना है. അങ്ങനെ നാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുമ്പോൾ और ऐसे जब हम क्षमा करते हैं और भूल जाते हैं നമ്മുടെ സിറ്റുവേഷൻസ് വിൽ ബി ചേഞ്ച്. तो हमारी परिस्थितियां बदल जाती हैं. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകും. हमारी सारी परिस्थितियां बदल ഓ, जाती हैं. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से എല്ലാ സാഹചര്യങ്ങളും കർത്താവ് മാറ്റിയെടുക്കും. सारी परिस्थितियां प्रभु बदल देता है. ഇത് അത്ര ദിവസത്തെ മീറ്റിംഗ് ആണ് നടത്തിയത്. ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവ് മാറ്റും. ये कितने दिन की सभा है मुझे नहीं पता, लेकिन इसके बाद प्रभु आपकी परिस्थिति को बदलने जा रहा है. ആമേൻ. आमीन. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ये सभा के बाद ഗാവുകളിൽ വലിയ മാറ്റം സംഭവിക്കും. गांवों में बड़ी बदलाहट होगी. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ये सभा के बाद ഗാവുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ? गांव में काम करने वाले कोई है? ആമേൻ. ഗാവുകളിൽ വലിയ മാറ്റം സംഭവിക്കും. गांव में बड़ी बदलाहट होने जा रहा है. ഗാവുകളിൽ പ്രവർത്തിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് गांव में सेवकाई करने वाले लोग खड़े हो जाएं. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. मैं आपके लिए प्रार्थना करने जा रहा നിങ്ങൾ हूँ. ഓടി മുമ്പോട്ട് വന്നാട്ടെ. आप लोग जल्दी से आगे आ जाएं. हाल- हालेलुया. ഈ സഹോദരൻ എവിടുന്ന് വന്നാ? ഇപ്പൊ അവൻ എന്തെങ്കിലും ശുശ്രൂഷ ചർച്ചുണ്ട്. ഇവന്റെ ഈ ചർച്ചിലും വീട്ടിലും ഇരിക്കുമ്പോൾ ഒരുപാട് ഗാവിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഒഴുകി വരുന്നു. आप जब अपने घर में बैठेंगे, अपनी कलिसिया में बैठेंगे, तो गांव से बहुत बड़ी भीड़ ऐसे बहकर आएगी. ഇവന് ചില ഉപദ്രവങ്ങൾ വരും. आपके खिलाफ कुछ सतावट आएंगी, എന്നാൽ ഇവന് ഒരു വണ്ടി ആരോ കൊടുക്കുന്ന പോലെ लेकिन आपको एक गाड़ी कोई देगा. ദൈവം അവനെ ഇപ്പൊ അവൻ എന്തെങ്കിലും വണ്ടിയുണ്ടോ? അവൻ എന്തോ ഒരു വണ്ടി. आपको कोई गाड़ी मिलने वाला है. ക്ഷമിക്കുന്ന ഹൃദയം क्षमा करने वाला हृदय നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് ക്ഷമിക്കപ്പെടുന്ന ഹൃദയം. हमारे जीवन में चाहिए, एक क्षमा करने वाला हृदय. നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ अगर आप क्षमा नहीं करते हैं നിങ്ങളുടെ കർത്താവ് ക്ഷമിക്കുകയില്ല. तो आपका प्रभु भी क्षमा नहीं करेगा. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ जब आप क्षमा करते हैं നിങ്ങളുടെ കർത്താവും നിങ്ങളോട് ക്ഷമിക്കും. तो आपका प्रभु भी आपसे क्षमा ഒരു करेगा. ക്ഷമിക്കുന്ന ഹൃദയം एक നമുക്കുണ്ടാകട്ടെ. क्षमा करने वाला हृदय आप में होने पाए. ജോസഫിന്റെ ജീവിതത്തിൽ यूसुफ के जीवन में 17ാമത്തെ വയസ്സിൽ താൻ സ്വപ്നം കണ്ടു. 17वें साल में उसने एक स्वप्न देखा. 30ാം വയസ്സിൽ താൻ രാജാവിന്റെ മുൻപിൽ വരുന്നു. 30 साल में वो राजा के सामने आया. 13 വർഷം 13 साल तक ഒരു ബ്രേക്ക് ആയിരുന്നു. एक ब्रेक था उसके साथ. ഒരു ഇരുളടഞ്ഞ ജീവിതം. एक अंधकार से भरा हुआ ഈ जीवन. 13 വർഷം ये 13 साल അവൻ മുറിവുകൾ, चोट, വേദനകൾ, दर्द, കഷ്ടങ്ങൾ, कष्ट, ആക്ഷേപങ്ങൾ, बहुत से उसके ऊपर आक्षेप लगाए गए, നിന്ദകൾ,
निंदा, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു लेकिन पवित्र आत्मा याद दिला നിങ്ങളുടെ रहा है ജീവിതത്തിൽ आपके जीवन में ചില ഇരുളടഞ്ഞ ചാപ്റ്ററുകളുമായി ഇരിക്കുന്ന ആരോ ഇവിടെയുണ്ട്. अंधकार से भरे हुए अध्यायों को लेकर बैठने वाला कोई है। ഇനി നിങ്ങൾക്കൊരു വഴിയില്ല, आपके सामने अब कोई रास्ता नहीं है, ഇനി ഒരു ഭാവിയില്ല. अब भविष्य नहीं है, എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു लेकिन पवित्र आत्मा कहता है 13 വർഷത്തിന് ശേഷം 13 साल के बाद ജോസഫിന് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ यूसुफ के लिए जैसे अद्भुत किया, ഇന്ന് പകൽ 13 എന്ന് പറയുന്ന വർഷത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ആരോ ഇവിടെ ഉണ്ട്. आज यहाँ पे 13 साल करके महत्वपूर्णता है, ऐसा कोई बैठा है। ഓ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ प्रभु പോകുന്നു. आपके लिए अद्भुत करने जा रहा है। നീണ്ട 13 വർഷങ്ങൾ लंबे 13 साल ഓ तक ഇരുളടഞ്ഞ മണ്ഡലങ്ങളായിരിക്കാം. अंधकार से बड़े हुए मंडल में आप पड़े थे, എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, लेकिन एक बात पक्का है, ഈ 30-ാം വർഷത്തിലേക്ക് വരുമ്പോൾ ये जब 30 साल में आप आएंगे ദൈവത്തിന്റെ പ്രോമിസസിന്റെ तो ചുരുളഴിയുകയാണ്. परमेश्वर के वायदे आपके लिए खुल जाएंगे। ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലെ ചുരുളുകൾ കർത്താവ് അഴിക്കാൻ आज പോകുന്നു. दिन के समय आपके जीवन की जो बातें हैं खुलने जा रही हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾക്കെതിരെ വീക്ഷിച്ചുകൊണ്ടിരുന്നവരുടെ സകല സ്വപ്നങ്ങളും നിന്നുപോകുന്നു. जो आपके खिलाफ देख रहे थे, योजना बना रहे थे, उनके स्वप्न बंद हो എന്താണ് जाएंगे। ജോസഫിന്റെ സഹോദരന്മാരുടെ സ്വപ്നം? यूसुफ के भाइयों का स्वप्न क्या था? ആമേൻ. ജോസഫിന്റെ ജീവിതം തീർന്നു എന്നുള്ള സ്വപ്നമായിരുന്നു. यूसुफ का जीवन खत्म हो गया, ये स्वप्न था। എന്തായിരുന്നു ജോസഫിന്റെ സ്വപ്നം? लेकिन यूसुफ का स्वप्न क्या था? ആമേൻ. ഞാൻ ഗവർണർ ആകുമെന്നുള്ള സ്വപ്നമായിരുന്നു. मैं प्रधानमंत्री बनूंगा, ये स्वप्न था। നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ आपके जीवन के स्वप्न നിങ്ങളെ ഉന്നത നിലയിലെത്തിക്കും. आपको ऊंची जगह पर लेकर जाएगा। ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നടക്കാൻ പോകുന്നു. परमेश्वर की बड़ी योजनाएं पूरी होने जा रही ഇന്ന് പകൽ കർത്താവ് ചില കാര്യം ചെയ്യാൻ हैं। പോകുകയാണ്. आज दिन के समय परमेश्वर कुछ बातों को करने जा रहा है। നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കും. आपके जीवन में नए रास्ते खुलने जा रहे हैं। എന്താണ് നിങ്ങളുടെ ദർശനം? क्या है आपका दर्शन? ഈ പ്രശ്നങ്ങളുടെ മുൻപിൽ എല്ലാം പര്യവസാനിച്ചു എന്നുള്ളതാണോ? क्या ये समस्याओं के आगे रास्ता बंद हो गया, ये है? അതോ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ മുമ്പിൽ തുടങ്ങാൻ പോകുന്നു? या फिर एक नई शुरुआत आपके सामने शुरू होने जा रही കർത്താവ് है? നിങ്ങൾക്ക് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. प्रभु आपके लिए कुछ नई बातों को करने जा रहा है। കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ प्रभु പോകുന്നു. आपके लिए कुछ नई बातों को करने जा रहा है। നിങ്ങളുടെ ഫാമിലിയിൽ, आपके परिवार നിങ്ങളുടെ में, കുടുംബ ജീവിതത്തിൽ आपके पारिवारिक जीवन കർത്താവ് में വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. प्रभु बड़ी बातों को करने जा रहा है। നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഓർത്ത് കരയണ്ട. आपके बीते काल की जो बातें हैं उनको याद करके रोना नहीं है। നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ മറക്കാൻ പോകുന്നു. आपने जो परेशानियों को अनुभव किया था, आप भूलने जा रहे ആമേൻ. हैं। ജോസഫിന് 2 മക്കൾ മനശ്ശെ എഫ്രൈമും ജനിച്ചു. यूसुफ को 2 बच्चे जन्म हुए, मनश्शे और एफ्रेम। അവന് മനസ്സ് ജനിച്ചു കഴിഞ്ഞപ്പോൾ जब मनश्शे का जन्म हुआ എല്ലാം മറക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. तो उसका मतलब है सब कुछ भूलता हूँ। നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും വേദനകളും എല്ലാം മറക്കുന്ന ഒരു മനസ്സ്, അവൻ ഒരു പ്രോമിസ് നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. आपके जीवन के सारे कष्ट और दुखों को भूलने वाला एक मनश्शे आपके सामने एक वायदा खुलने जा रहा है। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ജോസഫ് എല്ലാം മറക്കാൻ തയ്യാറായി. यूसुफ सब कुछ भूलने के लिए तैयार हो നിങ്ങളുടെ गया। ജീവിതത്തിൽ നിങ്ങളെല്ലാം മറക്കാൻ തയ്യാറാകണം. आपके जीवन में आपको सब कुछ भूलने के लिए तैयार ഓ होना है। കർത്താവ് സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു. उसने कहा कि मेरे पितृ के जो देश था उसने मेरी सारी परेशानियों को परमेश्वर ने खत्म कर दिया और संकट के देश में उसने मुझे आशीषित किया। നിങ്ങളുടെ സങ്കടം ദൈവം മാറ്റാൻ പോകുകയാണ്. आपके संकट को परमेश्वर बदलने जा रहा है। സങ്കടത്തിന്റെ സീസൺ മാറി കർത്താവ് നിങ്ങളെ വർദ്ധനവിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. आपके संकट का मौसम हटकर अब प्रभु आपको बढ़ोतरी के मौसम में लेकर आ रहा है। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ക്ഷമിക്കുവാൻ തയ്യാറാണോ? क्या क्षमा करने के लिए तैयार है? നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണം. आपको क्षमा करने के लिए तैयार होना है। നിങ്ങൾക്ക് തലമുറ ഇല്ലെങ്കിൽ ക്ഷമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തലമുറകൾ अगर ജനിക്കും. आपके बच्चे नहीं हैं, जब आप क्षमा करते हैं तो आपके संतान जन्मेंगे। നിങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത പുതിയ ആശയങ്ങൾ, പുതിയ വഴികൾ, പുതിയ പ്രോമിസസ് ഓരോന്ന് ഫുൾഫിൽ ചെയ്യും. जब आप क्षमा करते हैं तो अभी तक जो नहीं हुआ, ऐसे आशय, ऐसे बातें, ऐसे वायदे आपके सामने पूरे हो जाएंगे।
നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. हम सब मिलकर खड़े हो जाएं। ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. मैं अभी आप लोग के लिए प्रार्थना करने जा रहा हूँ। ക്ഷമിക്കപ്പെടുന്ന ഒരു നല്ല ഹൃദയം നിങ്ങൾക്കുണ്ടാകും. क्षमा करने वाला एक अच्छा हृदय आपके अंदर होना है। ഹല്ലേലൂയ. हालेलुया। ഏത് വിഷയത്തിലാണ് ക്ഷമിക്കപ്പെടാനുള്ളത്? कौन से विषय में आपको क्षमा करना है? ആ വിഷയം നിങ്ങൾ യേശുവിന്റെ മുമ്പാകെ ഏറ്റുപറയണം. उस विषय को आप यीशु के सामने अंगीकार करें। ഒന്നാമത്തെ ദിവസം തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. पहले दिन से ही परमेश्वर आपके जीवन में बड़ी बदलाहटों को നിങ്ങൾ करने जा रहा है। ചിന്തിക്കുന്നത് പോലെയല്ല വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. जैसे आप सोच रहे हैं वैसे नहीं, बड़ी बातों को परमेश्वर करने जा रहा है। കർത്താവ് നിങ്ങളെ ഒരു ഷാർപ്പനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. परमेश्वर आपकी धार को तेज करने जा रहा ഒരു है। ഷാർപ്പനിങ്ങിലേക്ക് കർത്താവ് കൊണ്ടുവരും. आपकी धार को तेज कर रहा है। നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. आपके जीवन को परमेश्वर इस्तेमाल करने जा रहा है। ഹല്ലേലൂയ. എല്ലാവരും हालेलुया। പ്രാർത്ഥിക്കുക. सब लोग प्रार्थना करें। ക്ഷമിക്കപ്പെടാത്ത ഹൃദയം क्षमा करने वाला हृदय, യേശുവേ എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. जो क्षमा रहित हृदय है, प्रभु मुझसे എനിക്ക് दूर कर। ക്ഷമിക്കപ്പെടുന്ന ഒരു ഹൃദയം വേണം. मुझे क्षमा करने वाला हृदय चाहिए। എല്ലാവരും വായ്കളെ തുറന്ന് പ്രാർത്ഥിച്ചു. सब लोग मुंह खोलकर प्रार्थना करें। നിങ്ങളുടെ വിശ്വാസികളോടാകാം, आप अपने विश्वासी भाईजनों से हो सकता है, ശുശ്രൂഷകരോടാകാം, सेवकों से हो सकता है, ആരോടുമാകട്ടെ किसी से भी हो। ക്ഷമിക്കപ്പെടുന്ന ഒരു ഹൃദയം क्षमा करने वाला അത് हृदय കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. वो प्रभु हमसे चाहता है। എല്ലാവരും പ്രാർത്ഥിക്കുക. सब लोग प्रार्थना करें। ആ പുറകിൽ ആ സ്കാർഫ് ഇട്ട് നിൽക്കുന്ന ആ സിസ്റ്റർ, सबसे पीछे स्कार्फ पहनी हुई वो सिस्टर, പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. पवित्र आत्मा आपको याद दिला रहा है। അവൻ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. प्रभु मुझे एक दर्शन दिखा रहे हैं। നിങ്ങളുടെ ജീവിതത്തിൽ आपके जीवन में ഒരു വലിയ മിനിസ്ട്രിക്കുള്ള ഒരു തുടക്കത്തിലേക്ക് വരികയാണ്. एक बड़ी सेवकाई की शुरुआत में आप आ गई है, എന്നാൽ പലപ്പോഴും മുന്നേറാൻ കഴിവില്ല. लेकिन कई बार आप बढ़ नहीं पा रही है। അവൻ ആക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ऐसी परिस्थितियां हैं। എന്നാൽ 2022 लेकिन 2022 में ഒരു സങ്കട വാർത്ത മാറ്റി एक संकट का समाचार हटा ഒരു के സന്തോഷ വാർത്തയിൽ കർത്താവ് एक കൊണ്ടുവരും. आनंद का समाचार प्रभु लेकर आ रहा ഒരു है। സങ്കട വർത്തമാനം മാറ്റി एक संकट का समाचार हटा के സന്തോഷ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരും. आनंद के समाचार में प्रभु ला रहे हैं। ഒരു വലിയ മിനിസ്ട്രിയുടെ വിളിയുണ്ട്. एक बड़ी सेवकाई की बुलाहट है। നീ വിളി ആഗ്രഹിച്ചിറങ്ങിയതല്ല. आप बुलाहट को सोचकर कभी आई ഒരു नहीं थी, ദൈവിക ഇടപെടലിന്റെ പുറത്താ നീ പുറത്തു വന്നത്. लेकिन परमेश्वर की एक बात के बीच में आप അങ്ങനെയാ आई നീ കർത്താവിന്റെ വേലയ്ക്ക് और സമർപ്പിച്ചു. उसके द्वारा आपने अपने आप को समर्पण किया था। നിന്റെ കുടുംബത്തെ आपके परिवार को ഒരു വലിയ മിഷൻ വർക്കിന് വേണ്ടി एक बड़ी मिशन की सेवकाई के लिए നിന്നെയും നിന്റെ കുടുംബത്തെയും കർത്താവ് आपको और തിരഞ്ഞെടുത്തിരിക്കുന്നു. आपके परिवार को प्रभु ने चुना है। ഈ സഹോദരന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? अलेक्स भैया, നിങ്ങളുടെ മേൽ ഒരു വലിയ വിളിയുണ്ട് എന്നുള്ള കർത്താവിനെ കാണിക്കുക. आपके ऊपर एक बड़ी बुलाहट है, प्रभु मुझे ऐसे दिखा रहे हैं। നിങ്ങൾ ഒരു സ്ലോ മോഷനിലല്ല മിനിസ്റ്റർ ചെയ്യേണ്ടത്. आपको स्लो मोशन में सेवकाई नहीं करना है। കർത്താവ് നിങ്ങളെ അധികാരത്തോടും പല ഉത്തരവാദിത്തങ്ങൾ, ട്രാൻസ്ലേഷൻ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സഭാ മേഖലകളുമായി ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യും. प्रभु आपको बहुत बड़ी बुलाहट, सेवकाई, ट्रांसलेशन, ऐसे कलीसिया से जुड़ी बातों में प्रभु आपको लगाना चाहता है। നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ ദൈവം നിങ്ങളെ ഓണർ ചെയ്യും. आपको निंदा करने वाले लोगों के बीच में परमेश्वर आपका आदर करेगा। കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾ ഒരുപാട് ഈ മിലിറ്ററി മേഖലകളുമായി ബന്ധപ്പെട്ടു വരുന്ന ആയുധപാണികൾ, അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുടെ ഇടയിൽ കർത്താവ് നിങ്ങളെ ഒരു സീസണിൽ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. प्रभु मुझे ऐसे दिखा रहे हैं कि आप सैनिकों के बीच में जो लोग हथियार का इस्तेमाल करते हैं, सेना में जो लोग हैं, ऐसे लोगों के बीच में परमेश्वर आपका इस्तेमाल कर रहा है। നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? എന്തുവാന്നറിയത്തില്ല. ഈ മിലിറ്ററി എയർഫോഴ്സ് ഉണ്ടല്ലോ, മിലിറ്ററിയിലായിരുന്നു പപ്പ. എന്തുവാന്നറിയത്തില്ല, ഈ വെള്ളയൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്നെ ഈ ഒരു കടലും ഒക്കെ ആയിട്ട് എന്നെ കാണിച്ചു. सफेद कपड़ा पहना है और एक समुद्र से मुझे दिखा रहे हैं। അങ്ങനെ എന്തോ നിങ്ങൾക്ക് അങ്ങനെ ഫാമിലികളിൽ ബന്ധം, പ്രവർത്തനത്തിൽ ആ ബന്ധം,
ഈ നിലകളിൽ കർത്താവ് നിങ്ങളെ വിടാൻ പോവുകയാണ്. ऐसे आपके परिवार के संबंधित आपके कुछ कार्यों में प्रभु आपको भेजने जा रहा है. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് മൂവ്മെന്റ് നിൽക്കുക. अभी आपके जीवन में आप कहीं पर रुके हुए हैं, എന്നാൽ കർത്താവ് അവിടുന്ന് നിങ്ങളെ ഇളക്കാൻ പോവുക. लेकिन वहां से परमेश्वर आपको निकालने जा കർത്താവ് रहा है. പുതിയ ഒന്നിലേക്ക് കാൽ വെപ്പിക്കാൻ. एक नई बात की ओर परमेश्वर आपको ले जाने जा रहा है. ആമേൻ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. हम इनके लिए ഞങ്ങളുടെ प्रार्थना കർത്താവേ करें. കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. प्रभु हम इन बच्चों को आशीष देकर प्रार्थना करते हैं യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से. ബായിക്ക് വേറെ വല്ല പ്രോബ്ലം ഉണ്ടോ? കർത്താവേ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. प्रभु इन बच्चों को आशीष देकर प्रार्थना करते ഈ हैं. കുടുംബത്തിൽ എല്ലാവരും ഫെയ്ത്തിൽ വരട്ടെ. इस परिवार में सभी लोग विश्वास में आने पाए. രണ്ട് കുടുംബങ്ങളിലും യേശുവിന്റെ പ്രവൃത്തി ഇറങ്ങട്ടെ. दोनों परिवारों में यीशु का कार्य उतरने पाए. കർത്താവിന്റെ പ്രവൃത്തിക്കായി നന്ദി. प्रभु के कार्य के लिए धन्यवाद. കർത്താവ് പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഈ ഫെയ്ത്തിൽ വരും. प्रभु कह रहा है कि आपके परिवार में सभी लोग विश्वास में आएंगे. കർത്താവ് ഈ ദിവസങ്ങൾ തൊടാൻ പോകുകയാണ്. प्रभु आपको इन दिनों में छूने जा रहा है. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से കർത്താവ് അവരെ സ്പർശിക്കണമേ. प्रभु उनको छू लीजिए. ഇവരെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. इनको अभिषेक कर कर प्रार्थना करते നിങ്ങൾ हैं. ആഗ്രഹിച്ചിട്ടും മുന്നേറാൻ പറ്റുന്നില്ല. ये इच्छा करते हैं लेकिन बढ़ नहीं पा പക്ഷേ रहे. കർത്താവ് നിങ്ങളെ പറിച്ചു നടാൻ പോകും. लेकिन परमेश्वर आपको वहां से निकाल कर दूसरी जगह में लगाने जा നാമത്തിൽ रहा है. ഇവരെ ബ്ലസ് ചെയ്യുന്നു. यीशु के नाम से इनको आशीष देते ഇവരെ हैं. അനോയിന്റ് ചെയ്ത് इनको പ്രാർത്ഥിക്കുന്നു. अभिषेक देकर प्रार्थना करते हैं. അങ്ങയുടെ കരം നീട്ടണമേ. आपका हाथ बढ़ाइए. നിങ്ങളിപ്പോ എന്തോ ചെയ്യുവാ? വയറ്റില് എന്നെ സൂക്കെന്നൊക്കെ കാണിച്ചു. എന്തോ അത് പിടിയിട്ടില്ല. സൂക്ക് ചർച്ചോ എന്തോ ആണെന്നറിയത്തില്ല. കർത്താവ് നിങ്ങളെ എന്തോ ഒരു പുതിയ ഒന്നിലേക്ക് വേറെ നിലയിൽ എന്തോ ചെയ്യാൻ പോകും. അതിനെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീടുകളിൽ വിശ്വാസത്തിൽ വരാത്തവര് വിശ്വാസത്തിലേക്ക് വരികയും ദൈവം വേറെ നിലയിൽ ഉപയോഗിക്കും. നിങ്ങളിൽ തന്നെ ഒരു മറക്കള് ഈ ചൂത്രയും മനസ്സിനുള്ളിൽ സംഭവിക്കും. കർത്താവേ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. प्रभु इस जन को आशीष देकर प्रार्थना करता हूँ. ഇന്ന് പകൽ ക്ഷമിക്കപ്പെടാത്ത ഹൃദയവുമായിട്ട് ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ आज दिन के समय किसी ने क्षमा नहीं किया ऐसे हृदय के साथ कोई है. എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ട്, मुझे ऐसी कमी है, എനിക്ക് അതിൽ നിന്ന് റിലീഫ് വേണം. मुझे उसमें से छुटकारा चाहिए. അങ്ങനെയുള്ളവർ മാത്രം ദയവായിട്ട് കൈ ഉയർത്തി പിടിക്കുക. सिर्फ ऐसे लोग अपने हाथों को उठाएं. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. मैं उनके लिए प्रार्थना करने जा रहा हूँ. ക്ഷമിക്കപ്പെടാത്ത ഹൃദയവുമായിട്ട് നിൽക്കുന്നവർ क्षमा ना करने वाले ऐसे हृदय को लेकर खड़े हुए लोग, അവര് മാത്രം കൈ ഉയർത്തി सिर्फ പിടിക്കുക. वही लोग अपने हाथों को उठाएं. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. मैं उन लोगों के लिए प्रार्थना करने जा നിങ്ങളുടെ रहा हूँ. ഹൃദയത്തിൽ ദൈവം വലിയൊരു മാറ്റം തരും. आपके हृदय में बड़ा परिवर्तन परमेश्वर दे रहा है. അവൻ നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവേ आप बोलिए यीशु എന്റെ ഹൃദയത്തിൽ मेरे हृदय में ക്ഷമിക്കപ്പെടാത്ത ഹൃദയവുമായി ഞാൻ നിൽക്കുന്നു. क्षमा ना करने वाले हृदय के साथ मैं खड़ा हूँ. അങ്ങ് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചതുപോലെ आपने कालवरी में जैसे हमारे लिए क्षमा किया, ഈ പകൽ इस समय ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു. हम दूसरे व्यक्ति से क्षमा करते हैं. ഞങ്ങളുടെ ജീവിതത്തിൽ हमारे जीवन में ഞങ്ങൾക്ക് മാപ്പ് തരണമേ. हमें क्षमा दीजिए. ക്ഷമിക്കപ്പെടുന്ന ഹൃദയവുമായി क्षमा करने वाले हृदय के साथ പോകുവാനും हम जाएं അവരോട് ക്ഷമ ചോദിക്കുവാനും और उनसे क्षमा मांगने के लिए ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. हम तैयार हैं. യേശുവേ यीशु അങ്ങയുടെ കരം आपका हाथ ഞങ്ങളെ പിടിച്ചു നടത്തണമേ. हमें पकड़ कर चलाए. ഞങ്ങളുടെ മുറിവുകൾ हमारी चोट को എല്ലാം അങ്ങ് പൊറുപ്പിക്കണമേ. सबको आप चंगा करें. ആമേൻ. അത് എന്നേക്കുമായി ഞങ്ങൾ വിട്ടുകളയുന്നു. वो हमेशा हमेशा के लिए हम छोड़ देते हैं. ഇന്നു മുതൽ आज से लेकर ഞങ്ങൾ അതിൽ हम उसमें സ്വതന്ത്രരാകുന്നു. स्वतंत्र होते हैं. കർത്താവ് അത് ചെയ്തതിന് നന്ദി. प्रभु ने ऐसा किया है, ഞങ്ങൾക്ക് धन्यवाद. മാപ്പ് തരണമേ. हमें क्षमा दीजिए യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम से. ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാപ്പ് തന്നിരിക്കുകയാണ്. आज दिन के समय प्रभु ने आपके जीवन में बड़ा क्षमा किया है. ഇനിയും നിങ്ങൾ ആ കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. अब आपको वो पुरानी बीती हुई बातों को याद നിങ്ങൾ नहीं करना है. ക്ഷമിക്കാൻ ഉള്ളവരോട് ക്ഷമിക്കുക. आपको जिनसे क्षमा करना है क्षमा कीजिए. ടെലിഫോൺ ചെയ്ത് ചോദിക്കേണ്ടവരോട് കണ്ട് ചോദിക്കേണ്ടവരോട് അത് ചെയ്യുക. फोन करके जिनसे माफी मांगना है उनसे कर लीजिए. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. प्रभु आपके जीवन में बड़ी बदलाहट को लेकर കർത്താവ് आ ഒരു रहे हैं. വലിയ വ്യത്യാസം നിങ്ങൾക്ക് കൽപ്പിക്കാൻ പോകും. प्रभु एक बड़ी बदलाव
मुस्कुराहट की आज्ञा दे रहे ഞാൻ हैं। നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ मैं आप പോകുകയാണ്. सभी के लिए प्रार्थना करने जा रहा हूँ। എല്ലാവരും കരങ്ങളെ ഉയർത്തി सभी लोग अपने हाथों को उठाएं, അന്യ ഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാൽ, अन्य भाषा में प्रभु की स्तुति करें, അന്യ ഭാഷകളിൽ, अन्य भाषा में स्तुति അന്യ करें, ഭാഷകളിൽ, अन्य भाषा में स्तुति करें, അന്യ ഭാഷകളിൽ, अन्य भाषा में स्तुति करें। എല്ലാവരും അന്യ ഭാഷകളിൽ, सभी लोग अन्य भाषा में, എല്ലാവരും അന്യ सब ഭാഷകളിൽ. लोग अन्य भाषा में। യേശുവേ നന്ദി എന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. यीशु धन्यवाद, ऊंची आवाज അന്യ में बोलिए, ഭാഷകൾ റബാലബ अन्य भाषा में बोलिए। റബാലബ ശംദല റബ ഓ റബ കല റബല 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 റബ. എല്ലാവരും അന്യ ഭാഷകളിൽ सभी സ്തുതിച്ചാട്ടെ. लोग अन्य भाषा में स्तुति करें, എല്ലാവരും അന്യ सभी ഭാഷകളിൽ लोग अन्य भाषा में स्तुति करें। റാഥാനബ ശകലബ. Oh, in the name of Jesus. यीशु के नाम से, In the name of Jesus. यीशु के नाम से, In the name of यीशु के Jesus. नाम से। Loraba kalaba shamdalaba. Ribana sekalaba shamdalaraba. എല്ലാവരും അന്യ ഭാഷകളിൽ. सभी लोग अन्य भाषा में, ഞാൻ सभी लोग। നിങ്ങളുടെ മേൽ ഒരു വലിയ കൃപാവരം കർത്താവ് പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. और मैं प्रार्थना कर रहा हूँ कि प्रभु बड़े वरदानों को आपके ऊपर उंडेले। നിങ്ങളുടെ ജീവിതം അടുത്ത ഒരു ലെവലിലേക്ക് കർത്താവ് കയറ്റാൻ പോകുന്നു. आपका जीवन एक दूसरे स्तर में प्रभु लेकर जाने जा रहा है, യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से। മോളെ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് കർത്താവ് നിന്നെ ഉയർത്തിവിടാൻ ആഗ്രഹിക്കുകയാണ്. റാംഥാനബ ശകലബ. ഓ നീ ചിന്തിക്കാത്ത തരത്തിൽ ഒരു കൂട്ടം സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു നേതൃത്വ നിരയിൽ കർത്താവ് നിർത്തുകയും അനേക സഭകൾ ഉടലെടുക്കത്തക്കവണ്ണം ആത്മീക വീരന്മാരെ എഴുന്നേൽപ്പിക്കുന്ന നിലകളിൽ സത്യസന്ധമായ നിലയിൽ ശക്തിയോടെ നിർത്താൻ കർത്താവ് നിന്നെ കണ്ടിരിക്കുകയാണ്. കർത്താവ് നിനക്ക് പ്രത്യേക 4 ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യത്തക്കവണ്ണം ആ നിലയിൽ കർത്താവ് നിന്നെ ഓടിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി അനോയിന്റ് ചെയ്യുന്നു. ബിഗ് മൂവ്മെന്റ് ഓഫ് ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ് അവളിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. से होने के लिए हम प्रार्थना करते हैं. ഒരു ഭയങ്കര മാറ്റം, एक बहुत बड़ा बदलाव है. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത മകളെ കൊണ്ട് വലിയൊരു ഉണർവിന് ദൈവം അവരെ എന്തോ ഒരു നിരയുടെ മുന്നിൽ നിർത്തുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. इस अनुवाद किया हुआ बेटी को एक बड़ा बेदारी की आगे प्रभु उनको खड़ा करते हुए प्रभु मुझे दिखा അതൊരു रहा വലിയ है. വർത്തമാനമായി മാറാൻ പോകും. वो एक बहुत बड़ी एक बातचीत होने जा അതൊരു रहा है. വാർത്തയായി മാറാൻ वो പോകും. एक बड़ा समाचार बनने जा रहा है. ദൈവം വലിയ ആത്മീക പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നു. परमेश्वर बड़े बड़े आत्मिक बातों को करने जा रहा है. ഹുറബ ശകലബ ശംദലബ. In the name of Jesus. നിന്നിൽ ചില പ്രോഫറ്റിക്കൽ ആമേൻ ഇംപാർട്ടേഷൻ കർത്താവ് നിനക്ക് വേണ്ടി പകർന്നിരിക്കുന്നു. आपके ऊपर एक भविष्यवाणी का एक इम्पार्टेशन प्रभु ने दिया है. നിന്നെ അനേകരെ ലീഡർഷിപ്പിൽ കൊണ്ടുവരേണ്ടതിനും അവനൊക്കെ കർത്താവ് നിന്നെ ഉണർത്തുന്ന സമയമാണ്. बहुत से लोगों को लीडरशिप में लेकर आने के लिए, बहुत से लोगों को जगाने के लिए प्रभु आपको इस्तेमाल करे. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയം നിങ്ങൾ ആ കൃപാവരങ്ങൾ റിസീവ് ചെയ്യുക. अभी मैं आपके लिए प्रार्थना करने जा रहा हूँ. इस समय आप उस वरदानों को स्वीकार करने का तैयार हो जाइए. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഈ ജനത്തെ ഇപ്പോൾ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. इन लोगों की समय अभिषेक देकर मैं प्रार्थना करता ഇപ്പോൾ हूँ. ഒരു വലിയ ശക്തി പകരപ്പെടട്ടെ. अभी एक बहुत बड़ा सामर्थ्य इनके ऊपर आने ഇപ്പോൾ पाए. ഒരു വലിയ ശക്തി പകരപ്പെടട്ടെ. अभी एक बहुत बड़ा सामर्थ्य इनके ऊपर आने पाए. In the name of Jesus. पवित्र आत्मा की आग यीशु के नाम In से, the name of Jesus. यीशु मसीह के नाम से ആകാശ മണ്ഡലം തുറക്കുന്നു. आसमान यहाँ पे खुल रहा है. ആകാശ മണ്ഡലം തുറക്കുന്നു. आसमान खुल रहा है. ആകാശ മണ്ഡലം തുറക്കുന്നു. आसमान खुल रहा है. ആകാശ മണ്ഡലങ്ങൾ തുറക്കുന്നു. आसमान खुल रहा है. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഇപ്പോൾ ടച്ച്. इसी समय ഇപ്പോൾ छूले. ഈ ജനത്തെ തൊടണമേ. इसी समय लोग छूले ഒരു प्रभु. തീ, एक आग, ഒരു തീ, एक आग, ഒരു തീ, एक आग, ഒരു തീ. एक आग. ടച്ച്, शक- ടച്ച്, लाम था. ടച്ച്, ടച്ച്, शापा. ടച്ച്. ഒരു തീ, एक आग, 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 ഒരു തീ. एक आग. Fire! आसमान. Oh, fire! लाम था. Oh, fire! रास्ता. Oh, fire! लाम था. Oh, fire! आग
आत्मा की आग, Fire! आग, Oh, fire! आग, Oh, fire! आग, पवित्र Fire! आत्मा, पवित्र आत्मा की आग। Oh, Rabba Shakala Rabba Rabba. ഒരു മുള പൊട്ടി പുറപ്പെടുന്നു. एक शुरुआत आपका जीवन में प्रभु दे रहा है। അതിൽ നിറയെ പൂക്കൾ, उसमें बहुत सारा, उस कली അതൊരു में बहुत सारा, fragrance ആയി മാറുന്നു. वो बहुत बड़े खूबसूरत। യേശുവിന്റെ നാമത്തിൽ bless ചെയ്യുന്നു. यीशु मसीह के नाम से आपको आशीष देता हूँ। ഇപ്പോൾ इसी समय അഭിഷേകത്തിന്റെ ശക്തി अभिषेक का सामर्थ ഓ ഈ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. इन लोगों के ऊपर उतर के आने पाए। ഇപ്പോൾ इसी समय ഈ ജനത്തിന്റെ മേൽ इन लोगों के ഓ ऊपर കാറ്റും തീയും ഒന്നിക്കട്ടെ. आग और हवा एक साथ आने पाए। Fire and wind. आग और हवा। Oh, hallelujah. हालेलुया। In the name of Jesus. यीशु मसीह के नाम Oh, से, in the name of Jesus. यीशु मसीह के नाम से ഇപ്പോൾ इसी समय ആ കാറ്റും തീയും वो आग और ആ हवा, കാറ്റും തീയും वो आग और हवा ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. इसी समय इन लोगों के ऊपर उतर के आने पाए। ഈ ജനം അഭിഷേകത്തിൽ നിറയട്ടെ. ये लोग इस समय अभिषेक से भरा हुए होने, അവർ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യട്ടെ. वो वरदानों को इस्तेमाल करने पाए, ആത്മാക്കളെ കൊയ്യട്ടെ. वो आत्माओं को जीतने पाए, ആത്മാക്കളെ കൊയ്യട്ടെ. वो आत्माओं की कटने करने पाए, സോൾ വിന്നറായി മാറട്ടെ. वो आत्माओं को जीतने वाला बनने पाए। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से സോൾ വിന്നറായി एक മാറട്ടെ. आत्माओं को जीतने वाला बनने पाए। കർത്താവ് അത്ഭുതം ചെയ്യണമേ. परमेश्वर अद्भुत कार्य करे, അത്ഭുതം ചെയ്യണമേ. अद्भुत कार्य करे। ആമേൻ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ इस मीटिंग खत्म होने के बाद ഗാവുകളിൽ ഉണർവുകൾ സംഭവിക്കും. गांवों में बेदारी होने जा रहा है, ഉണർവുകൾ बड़े बड़े बेदारी ഗാവുകളിൽ ഉണർവ് സംഭവിക്കും. गांवों में बेदारी होगा। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് നിന്നെ ഉപയോഗിച്ച് ഓടിക്കാൻ പോകുകയാണ്. एक बड़ी सेवकाई के लिए परमेश्वर आपको दौड़ाने जा रहा है। നിന്റെ മിനിസ്ട്രിയിൽ आपकी सेवकाई में ഓ ഗവൺമെന്റ് ഒഫീഷ്യൽസ് വിടുവിക്കപ്പെടാൻ പോകും. सरकारी ऑफिशियल लोग छुटकारा നിന്റെ पाने जा रहे हैं। മിനിസ്ട്രിയിൽ आपकी सेवकाई के द्वारा കേണൽമാർ വിടുവിക്കപ്പെടാൻ പോകും. कर्नल लोग छुटकारा पाने जा रहे നിന്റെ हैं। മിനിസ്ട്രിയിൽ आपकी सेवकाई में അത്ഭുതങ്ങൾ നടക്കാൻ പോകും. अद्भुत बातें होने जा रही हैं। ഈ ഒരു സീസൺ आप एक ये जो मौसम है, വേലക്കാരെ എഴുന്നേൽപ്പിച്ച് ഫീൽഡിലേക്ക് വിടാൻ सेवक लोगों को खड़ा करके ഓ खेत में भेजने കർത്താവ് के നിന്നെ लिए തെരഞ്ഞെടുത്തിരിക്കുന്നു. परमेश्वर ने आपको चुना है। ഓ അസാധാരണ നിലയിൽ असाधारण रूप से ഇതുവരെ ചെന്നിട്ടില്ലാത്ത अभी तक जो नहीं कर पाए, ഓരോ ഇടങ്ങളിലും രാജ്യങ്ങളിലും ऐसी जगहों में, കർത്താവ് राज्यों में, വിടുകയാണ്. गांवों में परमेश्वर आपको भेज रहा है। ഇനിയും अभी भी രാജ്യത്തെ ഇളക്കുന്നവൻ ഇവിടെയും വന്നിരിക്കുന്നു. राज्य को हिलाने वाला यहाँ ഈ भी आ गया। വാക്കുകൾ കർത്താവ് നിന്നിൽ വെളിപ്പെടുത്താൻ ये പോകും. शब्द परमेश्वर आपके द्वारा प्रकट करने जा കർത്താവേ, रहा നിന്റെ है। മകനെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. प्रभु आपके बेटे को अभिषेक करके വലിയ प्रार्थना करते हैं। തീയുടെ പകർച്ച एक बड़ी आग का उन्हें യേശു रखाना। അയക്കണമേ. यीशु भेजने पर അനോയിന്റ് ചെയ്തു. अभिषेक करते हैं। അനോയിന്റ് ചെയ്തു. अभिषेक करते हैं। ഫയർ ओ, आग Anointed. पर अभिषेक करते हैं। നിന്റെ മകനെ തൊടണമേ. आपके बेटे को छू लीजिए, അത്ഭുതം ചെയ്യണമേ. अद्भुत करें। ഈ ജനത്തെ അടിയൻ ബ്ലസ് ചെയ്യും. इस जन को हम आशीष देते हैं, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम से मांगते हैं। ഈ സ്ഥലത്ത് ഒരു വലിയ കൂട്ടം വരാൻ പോവുകയാണ്. इस जगह में एक बड़ी भीड़ आने वाली है। അവൻ പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് ജനം ഇവിടെ വരും. बहुत से दूर दूर की जगहों से लोग यहाँ पर आएंगे। അവൻ വലിയ 3 കോൺഫറൻസുകൾ ഇവിടെ നടക്കും. बड़े 3 कॉन्फ्रेंस यहाँ पर होंगे। അതിനുശേഷം ഇവിടെ വരുന്ന ജനത്തിന്റെ എണ്ണം വർദ്ധിക്കും. उसके बाद यहाँ पर आने वाले लोगों की संख्या बढ़ ഓ जाएगी। കർത്താവിനെ കാണിക്കുന്നു. ഈ കോമ്പൗണ്ടിലെല്ലാം വണ്ടി നിറഞ്ഞു प्रभु കിടക്കുന്നു. मुझे दिखा रहे हैं, इस कॉम्पाउंड में पूरा गाड़ियाँ भरी കർത്താവ് हैं। എന്തോ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. प्रभु बड़ी बदलाहटों को करने जा रहा है। യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. यीशु के नाम से आशीष देकर प्रार्थना ഇനിയും करते ഒരു हैं। വലിയ കൊയ്ത്തിന്റെ സമയമാണ്. और भी बड़ी एक फसल का कटनी का समय കർത്താവ് है। അതിലേക്ക് നിന്നെ കടത്തുന്നു. परमेश्वर उसमें आपको प्रवेश करवा रहे हैं। ആമേൻ. ജനത്തിന്റെ വിടുതലുകൾ നടക്കാൻ പോകുന്നു. लोगों की छुटकारे होने जा रहे हैं। പുതിയ വേലകൾ ആരംഭിക്കാൻ പോകുന്നു. नई सेवकाई के काम शुरू होने जा रहे हैं। ആന്ധ്രയിൽ ജാർഖണ്ഡ് ചില സ്ഥലങ്ങളിൽ ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുന്നു. आंध्र और झारखंड ऐसे राज्यों में परमेश्वर के काम होने जा रहे हैं। കർത്താവ് അവിടുന്ന് ബ്ലസ് ചെയ്യണമേ. प्रभु उन्हें आशीष दे। ആമേൻ. आमीन।